ആണോ? സൺഡേ ആണോ? ആ, സൺഡേ ആണ്. എന്നാൽ വാസ്തവത്തിൽ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യതയുള്ള ദിവസം സൺഡേ അല്ല, മൺഡേയാണ്. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഒക്കെയാണ്. എന്തുകൊണ്ടെന്നാൽ സൺഡേ നമ്മൾ പ്രാപിച്ച ദൈവസാന്നിധ്യം പ്രയോജനപ്പെടുത്തുവാൻ കിട്ടുന്ന ദിവസങ്ങൾക്കാണ് പ്രാധാന്യത. പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് ഞായറാഴ്ച കഴിഞ്ഞുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിച്ച ദൈവകൃപയെയും ദൈവസാന്നിധ്യത്തെയും ദൈവസ്വഭാവത്തെയും പങ്കുവെക്കാൻ, പ്രകടമാക്കാൻ സാധിക്കുന്നെങ്കിൽ ആ ദിവസത്തിനാണ് പ്രാധാന്യത. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടും, ശരിയാവും. അല്ലെങ്കിൽ നമ്മൾ സൺഡേ ക്രിസ്ത്യാനികളായിട്ടങ്ങ് മാറും. നമ്മളെ പൊതുവെ ആൾക്കാർ വിളിക്കുന്ന സൺഡേ ക്രിസ്ത്യാനികളെന്നാണ്. സൺഡേ ക്രിസ്ത്യാനിയായ പോരെ നമ്മൾ, ആമേൻ, നമ്മുടെ മുഴുവൻ ജീവിതവും നമ്മുടെ മുഴുവൻ ദിവസങ്ങളും നമ്മുടെ കർത്താവിനെ പ്രദർശിപ്പിക്കാനുള്ള ദിവസങ്ങളായി മാറുമ്പോൾ മാത്രമേ നമ്മുടെ ദിവസങ്ങൾക്ക് പ്രാധാന്യതയുണ്ടാകുകയുള്ളൂ. സ്തോത്രം. ഞാനൊരു ചെറിയ വചനചിന്ത മാത്രമാണ് സംസാരിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ ദാസൻ വചനം കേൾക്കണമെന്ന് ആഗ്രഹിച്ചൊക്കെയാണ് വന്നത്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂതാണ് നമുക്ക് ലഭിച്ചത്. യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന സന്ദേശമാണ് ഏറ്റവും വലിയ സന്ദേശം. ദേവദാസൻ്റെ പ്രസംഗം മുഴുവൻ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന സന്ദേശമാണ്. ഒരവസരം കിട്ടിയ കർത്താവിനെ ഉയർത്തണം. അവസരമുണ്ടാക്കി കർത്താവിനെ ഉയർത്തണം. ഹല്ലേലൂയ. ലോകത്ത് നമുക്ക് പ്രസംഗിക്കാനൊരു അവസരം കിട്ടിയാൽ ആ പ്രസംഗത്തിനകത്തെ കേന്ദ്ര കഥാപാത്രം യേശുവായിരിക്കണം. കേന്ദ്ര പുസ്തകം ബൈബിളായിരിക്കണം. കേന്ദ്ര വിഷയം വീണ്ടെടുപ്പായിരിക്കണം. ആമേൻ. പിന്നെ കേന്ദ്ര വികാരം സ്നേഹമായിരിക്കണം. അതാണ് ബൈബിൾ. യേശുക്രിസ്തുവിനേക്കാൾ പ്രാധാന്യമുള്ള വ്യക്തികളോ വേദപുസ്തകത്തേക്കാൾ പ്രാധാന്യമുള്ള പുസ്തകങ്ങളോ ദൈവസ്നേഹത്തെക്കാൾ ഏതെങ്കിലും വിധത്തിൽ പ്രാധാന്യതയുള്ള ഒരു വിഷയമോ നമുക്കുണ്ടാകാതിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം യേശുവിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ജീവിതമായിട്ട് മാറും. കർത്താവിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഒരു ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. അവൻ മുഴുവൻ ലോകത്തെയും കാണുന്നത് യേശുക്രിസ്തു എന്ന കേന്ദ്ര ബിന്ദുവിന് ചുറ്റും മാത്രമാണ്. യേശു എന്ന കേന്ദ്ര ബിന്ദു. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച വചനഭാഗം വേഗത്തിൽ ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം. അത് തെസ്സലോനിക്ക ലേഖനമാണ്. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം. നമ്മൾ ആ അധ്യായത്തിൻ്റെ മുഴുവൻ വാക്യങ്ങളും നമ്മൾ അങ്ങ് വായിക്കാൻ പോവുകയാണ്. ഒത്തിരി വാക്യമൊന്നുമില്ല, 10 വാക്യങ്ങളേ ഉള്ളൂ. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അടുത്ത ആൾ ഇനി നമുക്ക് ഓരോരുത്തർ വീതം വായിക്കാം. വായിച്ചു. മൈക്കില്ലാതെ അങ്ങ് വായിച്ചു. അടുത്തയാൾ വായിച്ചോട്ടെ. കുഴപ്പമില്ല, വായിക്കാവുന്നവരൊക്കെ വായിച്ചാൽ മതി. അറിയുന്നുവല്ലോ. അടുത്തയാൾ വായിക്കാവുന്നവരൊക്കെ വായിച്ചു. അടുത്തയാൾ ഒരാൾ വായിച്ചു. ഏതെങ്കിലും ഒരാളങ്ങ് വായിച്ചു. നിതിൻ വായിച്ചു. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയും.
ആമേൻ. എന്തിനാണ് എല്ലാവരെയും കൊണ്ട് വായിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ശുശ്രൂഷകളിൽ എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ട്, പങ്കാളിത്തമുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കാനാണ്. എന്ന് മാത്രമല്ല, ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് അടിസ്ഥാനമുള്ള അല്ലെങ്കിൽ ആധികാരികമായി അടിസ്ഥാനപ്പെട്ട വിഷയമാണ് എന്ന് ഓർപ്പിക്കാനും കൂടെയാണ്. ആമേൻ. 1-2 അധ്യായം സഭായോഗങ്ങളിൽ വായിച്ചാലും കുഴപ്പമില്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം പലയിടത്തും കണ്ടിട്ടുള്ളൊരു കാര്യം, വേദപുസ്തകമേ വായിക്കാറില്ലാത്ത ആൾക്കാർ പലപ്പോഴും സഭകളിൽ വരാറുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്ക് 1-2 അധ്യായം വായിക്കുന്നത് നല്ലതാണ്. സഭായോഗത്തിനിടയ്ക്കാണെങ്കിലും വായിക്കാമല്ലോ. പണ്ടൊരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ആരെങ്കിലും സഭായോഗത്തിനിടയിൽ ഉറങ്ങുന്നുണ്ട് അവരെ വിളിക്കണ്ട, അവർക്ക് ആകെപ്പാടെ ഉറങ്ങാനൊരു അവസരം കിട്ടുന്നത് ഇപ്പോഴായിരിക്കും, വീട്ടിൽ സമാധാനമില്ലെന്ന് പറഞ്ഞൊരർത്ഥം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെച്ച് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ബൈബിളിനകത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണുള്ളത്. ബൈബിളിനകത്ത്, ദൈവവചനത്തിനകത്ത് ജീവിപ്പിക്കുന്ന ദൈവശക്തിയുണ്ട് എന്ന് വിശ്വസിച്ച് നമ്മളതിനെ സമീപിച്ചാൽ നമുക്കത് അനുഗ്രഹമാണ്. ഇത് മാത്രമല്ല, ഞാനൊരു ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. കെട്ടുകഥയൊന്നുമല്ല, കണ്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ആളുകളെ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരുത്തിയിട്ട് ബൈബിൾ വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആർക്കാ ധൈര്യമില്ലാത്ത? ധൈര്യമുണ്ടെന്ന് പറയും. അദ്ദേഹം ബൈബിൾ തുറന്ന് ഒരു വാക്യം അല്ലെ 2-3 വാക്യം വായിക്കാൻ പറയും. ആ വാക്യം വായിക്കും. ആ വാക്യം വായിക്കുമ്പോൾ ഈ വായിക്കുന്നയാൾ ആത്മാവിലങ്ങ് കുലുങ്ങും, നിറയും, തെറിച്ചു വീഴുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അല്ലേ, കണ്ടതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? സംഭവിക്കും. അദ്ദേഹം വാക്യം എടുത്തു കൊടുക്കും. അദ്ദേഹം വാക്യം എടുത്തു കൊടുത്തിട്ട് പറയുന്നത്, ദൈവമേ, നിൻ്റെ വചനത്തിൻ്റെ ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അതിനെന്ത് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാനും ഞങ്ങൾക്കിടയാക്കണേ. വായിക്കുമ്പോൾ ഇതിലൂടെ പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് വാക്യം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വേറെ വലിയ ശുശ്രൂഷകളൊന്നുമില്ല. അദ്ദേഹത്തിന് ശുശ്രൂഷ ഇത്രയൊക്കെ ഉള്ളൂ. അദ്ദേഹം പറയും, വായിക്കാൻ പറയും. 10 തെസ്സലോനിക്ക ലേഖനമെന്നങ്ങ് വെച്ചു പറയും, 1-ാം അധ്യായം 5 മുതൽ 8 വരെ എന്നങ്ങ് പറയും. 5 മുതൽ 8 വരെ വായിക്കുന്നതിനിടെ ആളങ്ങ് ആത്മാവിലങ്ങ് നിറയും, തെറിച്ച് ആൾക്കാർ വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വേറെ മാജിക്കൊന്നുമില്ല. ഈ ദൈവദാസൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇദ്ദേഹം ആകപ്പാടെ വാക്യം പറഞ്ഞതല്ലാതെ പ്രാർത്ഥിച്ചത് പോലുമില്ല. അത് 10-20 പേരെയൊക്കെ മുന്നോട്ട് വരുത്തി പ്രാർത്ഥിപ്പിച്ചിട്ട് ഈ 10-20 പേരുടെ മേൽ ഈ ശക്തി വന്നത് കണ്ടിട്ടുണ്ട്. ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചങ്ങോട്ട് നിന്നിട്ട് ഒരാളെ കൊണ്ട് വായിപ്പിച്ചിട്ട് ഈ 10-20 പേര് കുലുങ്ങി വിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സഭയിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത് വെച്ചിരിക്കുന്നതാണോ എന്നറിയാൻ ഞാൻ കൂടെ കൊണ്ടുപോയി ആളെ കൂടെ പറഞ്ഞങ്ങ് വിട്ടു. നമുക്കറിയാൻ പറ്റില്ലോ ഇപ്പം എന്തെല്ലാം സംശയിക്കണം. ഏറ്റവും കൂടുതൽ കുലുങ്ങി തെറിച്ചത് അവനായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താ പ്രയോജനമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയാൻ വയ്യ. പക്ഷേ വചനത്തിനകത്ത് ശരീരത്തെ സ്പർശിക്കുന്ന ശക്തിയുമുണ്ടെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ആത്മാവിൽ സ്പർശിക്കുന്ന, നമ്മുടെ ദേഹിയിൽ, നമ്മുടെ ചിന്തയിൽ സ്പർശിക്കുന്ന ശക്തി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിപ്പാൻ ഉപയോഗിച്ച വചനത്തിനകത്തുള്ള ക്രിയാത്മക ശക്തി ചലനാത്മകമാണ് എന്ന് അവരുടെ ഇടയിൽ ഇത് പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനകത്ത് വേറെ ഒരു മാജിക്കുമില്ല. അത് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ദൈവദാസൻ അതിനകത്തൊരു ദൈവശക്തിയുടെ വ്യാപാരം മനുഷ്യ ശരീരത്തെയും തൊടുവാൻ പര്യാപ്തമായി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് വചനം റിലീസ് ചെയ്തപ്പോൾ അതവർക്ക് വിടുതലായി. അതവരുടെ മേൽ ദൈവശക്തിക്ക് കാരണമായി ഭവിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ വചനത്തിലെ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ദൈവവചനം ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുന്ന സമയത്ത് വലിയ ദൈവശക്തി എൻ്റെ മേൽ വന്നിട്ടുണ്ട്. ആരുടെയും മുമ്പിൽ പ്രകടനപരമായി പ്രദർശിപ്പിക്കുവാനുള്ള സാഹചര്യമായിട്ടല്ല വന്നിട്ടുള്ളതെങ്കിലും എൻ്റെ ശരീരത്തെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കുന്ന അനുഭവത്തിൽ വചനം വായിക്കുമ്പോൾ ദൈവശക്തി എൻ്റെ മേൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായി പറയാം, ശക്തിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ. പകരം ദൈവശക്തിയെ പ്രാപിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ദൈവത്തിൻ്റെ വചനം. അതാണ് ബൈബിൾ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഓക്കെ,
ഈ വേദഭാഗത്തിന് ഞാൻ ഒരു ടൈറ്റിൽ കൊടുത്താൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു സഭയെക്കുറിച്ചാണ് പറയുന്നത്, തെസ്സലോനിക്ക സഭയെക്കുറിച്ച്. എ മോഡൽ ചർച്ച് ഇൻ എ ട്രബിൾഡ് വേൾഡ്. പ്രശ്നഭരിതമായ ലോകത്തെ ഒരു മാതൃകാപൂർവമായ സഭ ആണ് തെസ്സലോനിക്ക സഭ. അതാണ് നമ്മുടെ ഇതിവൃത്തം. 1-ാം അധ്യായം മാത്രമല്ല, ഇതിനകത്തെ മുഴുവൻ അധ്യായങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. എങ്കിലും 1-ാം അധ്യായത്തിൽ നിന്നെടുത്ത വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് നമ്മൾ ചില ആത്മീയ ദൂതുകൾ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു വാക്യം, നമുക്ക് 1-2 വാക്യം നമുക്കതിൻ്റെ ഒരു എന്താ പറഞ്ഞേ ടെക്സ്റ്റായിട്ട് വേണമെങ്കിൽ വായിക്കാം. ഒരു നമ്മുടെ മെസ്സേജിനുള്ള ഒരു ഇതിവൃത്ത വാക്യങ്ങൾ. 9-ാം വാക്യം, ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. ആ പ്രയോഗമൊക്കെ നോക്കി, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറഞ്ഞു. ആ വാക്കുകളെല്ലാം ഇത്ര പ്രസക്തമാണ്. ആമേൻ. സുവിശേഷം സുവിശേഷം മൊത്തം ആ വാക്യങ്ങൾക്കകത്തുണ്ട്. സുവിശേഷം മൊത്തം ആ വാക്യത്തിനകത്തുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് 9-ാമത്തെ വാക്യങ്ങൾ വായിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള, അപ്പം ദൈവം ആരാ? ജീവനുള്ള, എങ്ങനെയുള്ള ദൈവമാ? സത്യദൈവമാണ്. ആ ദൈവത്തെ എന്ത് ചെയ്യണം? സേവിപ്പാനും അവൻ. അപ്പോൾ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തവനാണ്. മരിച്ചവരിൽ ഉയർപ്പിച്ച തൻ്റെ പുത്രൻ. യേശു ദൈവപുത്രനാണ്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ ദൈവകോപം വരാൻ പോകുന്നു, അത് നിത്യമരണമാണ്. അത് നമ്മളെ വിടുവിക്കുന്നവനാണ്. ആ യേശു വരുന്നത് സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. പിന്നെ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതായത് പാപത്തിൻ്റെ ഒരാകത്തുകയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തിരിഞ്ഞ് ജീവനുള്ള ഏകസത്യ ദൈവത്തിലേക്ക് നിങ്ങൾ വന്ന്, എന്തിനു വേണ്ടി? വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നവനായ യേശു എന്ന ദൈവപുത്രൻ ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ്. ആ യേശു വരുന്നത് കാത്തിരിപ്പാനും വേണ്ടി ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ഇത് പറയുന്നു. സ്തോത്രം. അപ്പോൾ സുവിശേഷം മൊത്തം ആ വാക്യങ്ങൾക്കകത്തുണ്ട്. വേദപുസ്തകം ചെറിയ വേദപുസ്തകം ഒറ്റ അധ്യായത്തിൽ അല്ലെങ്കിൽ ഒറ്റ പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ ഏതാ? ഞാൻ ഒരിക്കലും പറഞ്ഞതിൻ്റെ ഓർമ്മ. വേദപുസ്തകത്തിലെ മുഴുവൻ വേദപുസ്തകവും ഒരു പുസ്തകത്തിനകത്ത്, വേദപുസ്തകം മൊത്തം 66 പുസ്തകങ്ങളാണ്. 66 പുസ്തകങ്ങളും അതിൻ്റെ മുഴുവൻ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പുസ്തകം യെശയ്യാവിൻ്റെ പുസ്തകം. 66 അധ്യായം അതിനുള്ളത്. വേദപുസ്തകത്തിലെ മുഴുവൻ വേദപുസ്തകവും ഒരു അധ്യായത്തിനകത്ത്. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം. അത് മശീഹ പുസ്തകമാണ്. യേശുവിനെക്കുറിച്ച് പറയുന്നതാണ് അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ എടുത്തു. നാമോ ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു വിചാരിച്ചു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അവൻ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ മശീഹായിക ഒരു പ്രവചനദൂതാണത്. മുഴുവൻ വേദപുസ്തകവും ഒരു വാക്യത്തിനകത്ത് പറയുന്നെങ്കിൽ ആ വാക്യം ഏതാ? യോഹന്നാൻ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതിനകത്ത് സുവിശേഷം മൊത്തമുണ്ട്. തൻ്റെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. ഏകജാതനാണ് യേശു. പുത്രനിൽ യേശു വിശ്വാസം ഏവനും, മുഴുവൻ ലോകവും നശിച്ചു പോകാതെ, നിത്യനാശം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകി സ്നേഹിച്ചു. അതാണ് മുഴുവൻ സുവിശേഷവും. അതുകൊണ്ടാണ് പറഞ്ഞത് വേദപുസ്തകത്തിലെ മുഴുവൻ സുവിശേഷവും മുഴുവൻ പുസ്തകവും ഒരു വാക്യത്തിൽ യേശുവിനെക്കുറിച്ചുള്ള, യേശുവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയെക്കുറിച്ചുള്ള വാക്യം. പിന്നെ
വേദപുസ്തകത്തിലെ മുഴുവൻ വേദപുസ്തകവും ഒരു വാക്കിനകത്തുണ്ടെങ്കിൽ അത് സ്നേഹമാണ്. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണയാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. പിന്നെ നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. അതാണ് ഇതാണ് ഏറ്റവും മുഖ്യമായ കൽപ്പന. ആ മുഖ്യ കൽപ്പനയ്ക്കകത്തെ പ്രധാനപ്പെട്ട വാക്ക്, ദ കോർ വേർഡ്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണ്? സ്നേഹം. അതുകൊണ്ടാണ് പറഞ്ഞത് വേദപുസ്തകത്തിലെ മുഴുവൻ വേദപുസ്തകവും ഒരു വാക്കിനകത്ത് സംക്ഷേപിച്ചിരിക്കുന്നതാണ് സ്നേഹം. ഒരു വാക്യത്തിനകത്ത് വെച്ചിരിക്കുന്നതാണ് യോഹന്നാൻ 3:16. ഒരധ്യായത്തിനകത്ത് വെച്ചിരിക്കുന്നതാണ് യെശയ്യാവ് 51-ാം അധ്യായം. ഒരു പുസ്തകത്തിനകത്ത് വെച്ചിരിക്കുന്നതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. പ്രൈസ് ഗോഡ്. ഇവിടെ ഈ വേദഭാഗത്ത് നമ്മൾ എടുത്ത തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിനകത്ത് അതിന് 2 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാതൃകാ സഭ എങ്ങനെയാണ് ഇളകി മറിയുന്ന കടൽ പോലെയുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്ത് ആയിരിക്കേണ്ടത്, നിലനിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു സമയത്ത് വേണം സംസാരിക്കാം. ആയിരിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രണ്ടല്ല, ആദ്യത്തെ വാക്യങ്ങൾ: ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും മതി. ഒന്നാമത്തെ കാര്യം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം അഥവാ ഒരു സഭാനുഭവം ശ്രദ്ധയോടെ നോക്കിയാൽ അതുവരെ ആത്മീകമായി നടത്തുന്നവർക്ക് അവരെ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ അവരുടെ ഇടയിൽ എന്തെങ്കിലും ചിലതുണ്ടായിരിക്കണം. ഇപ്പോൾ പുതുപ്പള്ളിയിലെ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് കർത്താവേ, പുതുപ്പള്ളി സഭയെ ഓർക്കുന്നു, സഭയെ നിമിത്തം ഇന്ന കാര്യങ്ങൾ നിമിത്തം സ്തോത്രം ചെയ്തെന്ന് പറയുവാനുണ്ടാകുന്നൊരു ശ്രേഷ്ഠമായ കാര്യമല്ലേ? ആമേൻ. കർത്താവേ, ഞാൻ കോട്ടയത്തെ സഭയെ അങ്ങയുടെ സന്നിധിയിലേക്ക് തരുന്നു, അങ്ങയുടെ ജനത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. കോട്ടയം സഭ നിമിത്തമായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന കാര്യങ്ങൾ നിമിത്തമായി സ്തോത്രം ചെയ്യുന്നു. നമ്മളൊരു വ്യക്തിയെ ഓർക്കുന്നത് എങ്ങനെയാണ്? വ്യക്തിയെ ഓർക്കുന്നത് അവർ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടായിരിക്കാം, സ്വഭാവ ശ്രേഷ്ഠത കൊണ്ടായിരിക്കാം, മാന്യമായ സമീപനം കൊണ്ടായിരിക്കാം, ഒന്നുമല്ലെങ്കിൽ മധുരമായൊരു ചിരി കൊണ്ടായിരിക്കാം. അവയെ നമുക്കവരെ ഓർക്കുവാൻ ചില കാരണങ്ങളുണ്ട്. അത് നിമിത്തം ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നത് പോലെ ദൈവസഭ നിമിത്തമായി ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ അവരെ ഓർമ്മയിൽ വരുവാൻ ഇടയാകുന്ന ചിലത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു രസകരമായൊരു സംഭവം വേണേൽ കാണിച്ചു തരാം. അങ്ങനെ ആകാനാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അത് നമ്മൾ അറിയണമല്ലോ. കൊരിന്ത്യ ലേഖനം എടുത്താട്ടെ. 1 കൊരിന്ത്യ ലേഖനം. ഞാൻ ആ വാക്യം ഒന്ന് ഓർക്കട്ടെ ഇവിടെ ആദ്യമായിട്ട്. 1 കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യയിലാണോ 2 കൊരിന്ത്യയിലാണോ ഞാൻ നോക്കിക്കോട്ടെ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതായത് പൗലോസിന് ഒരു സഭയെക്കുറിച്ച് വലിയൊരു ആഗ്രഹം. ആ സഭയെക്കുറിച്ച് നല്ല 4 വാക്കുകൾ പറയണമെന്നൊരാഗ്രഹം. താൻ പോയിടത്തെല്ലാം ചെന്ന് ആ സഭയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. എന്നിട്ട് ആളുകളുടെ മനസ്സങ്ങ് ഉണർത്തിച്ചു. ഇതുപോലൊരു നല്ല സഭ വേറൊരിടത്തുമില്ല, നിങ്ങൾ പോയി കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പേരെന്ന ഈ സഭ കാണാൻ പോകാനങ്ങ് തീരുമാനിച്ചു. അപ്പോൾ പൗലോസിന് ആദിയായി, എൻ്റെ ദൈവമേ, ഞാൻ ഈ പറഞ്ഞതുപോലെ, ഞാനന്ന് ചെന്നപ്പോൾ കണ്ടതുപോലെ തന്നെയാണോ ഇവർ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് എനിക്കറിയാൻ മേല. ഇനി ഞാനീ പറഞ്ഞത് കേട്ട് ഇവരെല്ലാം കൂടെ ചെല്ലുന്ന സമയത്ത് ഈ സഭ എന്തെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ അല്ല ഇരിക്കുന്നതെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നാണക്കേട് എന്നൊരു വലിയ പ്രശ്നം പൗലോസിനുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ പൗലോസ് എന്നാ പറഞ്ഞതറിയാമോ? അവർ വരുന്നതിന് മുമ്പ് ഞാൻ ഏതായാലും മുന്നമേ ആളുകളെ പറഞ്ഞു വിട്ടേ, ഇവർ വരുന്നുണ്ടെന്ന് അറിയിച്ചേ, ഒന്ന് ഒരുക്കിയൊക്കെ ഇരുത്തിയിട്ട് ഇവർ വരാൻ ഞാനങ്ങ് പറയാം എന്ന് പൗലോസ് പറഞ്ഞ അവസ്ഥ വരെ ഉണ്ടായി. എൻ്റെ ഓർമ്മ അത് കൊരിന്ത്യ ലേഖനത്തിലാണ്. 1 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ.
വായിച്ചാട്ടെ 19 വാക്യങ്ങൾ, 19 20 വാക്യം. ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെ യോഗ്യം. ഞങ്ങൾ പലതിലും പലപ്പോഴും ശോധന ചെയ്ത് ഉത്സാഹമായി കണ്ടും ഇപ്പോഴോ തനിക്ക് നിങ്ങളെക്കുറിച്ച് ധൈര്യം പെരുകുകയാൽ അത്യുത്സാഹിയുമായിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ അവരോട് അയച്ചിരിക്കുന്നു. തീത്തോസിൻ്റെ ക്രിസ്തുവിന് അതല്ലല്ലോ. ഓക്കെ. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും ഒത്ത ദൃഷ്ടാന്തം സഭകൾ കാണുക അവർക്ക് കാണിച്ചു കൊടുപ്പീൻ. പറഞ്ഞിരിക്കാം കേട്ടോ. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവും തന്നെ. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും ഒത്ത ദൃഷ്ടാന്തം സഭകൾ കാണുക അവർക്ക് കാണിച്ചു കൊടുപ്പീൻ എന്ന് പറഞ്ഞാൽ പൗലോസ് പോകുന്നിടത്തൊക്കെ ഇവരെക്കുറിച്ച് പറയുകയും അവരെ അങ്ങനെ അല്ലെങ്കിൽ ഇവർ ചെല്ലുന്ന സമയത്ത് ഇവിടെ താൻ അയക്കാൻ പോവുക, ആൾക്കാരെ അയക്കാൻ പോവുക, അവർ ചെല്ലുമ്പോൾ അങ്ങനെയല്ല കാണുന്നെങ്കിൽ വലിയ നാണക്കേടാകുമല്ലോ എന്നുമാണ് പറഞ്ഞതിനർത്ഥം. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുന്നൊരു വാക്യം അതിനകത്തുണ്ട്. ആ വാക്യം എൻ്റെ മനസ്സിനകത്ത് വരുന്നില്ല. ഓക്കെ, എനിവേ അതൊക്കെ നമുക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് പ്രശംസനീയമായി തോന്നുവാൻ ഇടയാകുന്ന ചില ക്വാളിറ്റീസ് നമ്മൾ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി ഞാൻ എൻ്റെ മുഖവര വിട്ട് എൻ്റെ ആത്മീയ ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ തെസ്സലോനിക്ക സഭക്കാരിൽ ഉണ്ടായിരുന്ന 3 പ്രത്യേക ക്വാളിറ്റീസ്. 1, അവരുടെ വിശ്വാസത്തിൻ്റെ വേല. 2, അവരുടെ സ്നേഹപ്രയത്നം. 3, അവരുടെ പ്രത്യാശയുടെ സ്ഥിരത. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ 3ഉം വലുത്. ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് സ്നേഹം തന്നെ. ഇത് 3ഉം നിലനിൽക്കുന്നതാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ വേല. തെസ്സലോനിക്ക സഭയെ പൗലോസ് ഓർക്കുവാൻ കാരണം, അവരെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം പറയുവാനുണ്ടായ കാരണം, അവരുടെ ജീവിതവും അവരുടെ പ്രവൃത്തിയും മുഴുവൻ വിശ്വാസാധിഷ്ഠിതമായിരുന്നു. അവർ കാര്യങ്ങൾക്ക് പദം പറഞ്ഞും പിറുപിറുത്തും കൊണ്ടുള്ളൊരു പ്രവൃത്തിയോ അല്ല, ശുശ്രൂഷയോ ജീവിതമോ അല്ല നിർവഹിച്ചത്. അവരുടെ മുഴുവൻ ജീവിതവും വിശ്വാസാധിഷ്ഠിതമായിരുന്നു. അവരുടെ കാൽച്ചുവടുകൾ വിശ്വാസത്തോടെയായിരുന്നു. എങ്ങനെ നന്മ കിട്ടും, എങ്ങനെ വരുമാനം കിട്ടും, എങ്ങനെ സഭ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാം, ഈ പ്രതികൂലത്തിൽ എങ്ങനെ കാര്യം സാധിക്കും, അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിരിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവർ വിശ്വാസത്തിൻ്റെ ചുവട് വെക്കുകയാണ്. അവരെടുത്തു ചാടി ഒരു ചുവട് വെക്കുകയാണ്. യേശു ക്രിസ്തു കാര്യം സാധിക്കും എന്ന വിശ്വാസത്തിൽ, എന്ന ധൈര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്നത് പൗലോസ് പലവട്ടം കണ്ടു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്ക സഭ വലിയ പ്രതികൂലത്തോടെ കടന്നുപോയ സഭയാണ്. അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ജാതികളിൽ നിന്നും പ്രശ്നമുണ്ടായി, യഹൂദന്മാരിൽ നിന്നും പ്രശ്നമുണ്ടായി. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ കടന്നു പോകുമ്പോൾ അവരവിടെ തടഞ്ഞു നിൽക്കുകയല്ല ചെയ്യുന്നത്, പ്രതികൂലത്തെ ഭയപ്പെട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്, അവർ വിശ്വാസത്തിന് ചുവട് വെക്കുകയാണ് ചെയ്യുന്നത്. പുതുപ്പള്ളി സഭ വിശ്വാസത്തിന് ചുവട് വേണം വെക്കുവാൻ. ആമേൻ. ആര് വിശ്വാസത്തിന് ചുവട് വെക്കും? ഞാൻ വിശ്വാസത്തിന് ചുവട് വെക്കണമെന്ന് ഓരോരുത്തരും തീരുമാനിക്കണം. അവനൊരു സഭയിലെ ആത്മീകനായിരിക്കണം ആദ്യം ക്ഷമിക്കേണ്ടത്, സഭയിലെ ആത്മീകനായിരിക്കണം കൂടുതൽ സ്നേഹിക്കേണ്ടത്, സഭയിലെ ആത്മീകനായിരിക്കണം വിശ്വാസത്തിൻ്റെ ചുവട് ആദ്യം വെക്കേണ്ടത്. സ്തോത്രം. അവൻ ആരായിരിക്കണം വിശ്വാസത്തിന് ചുവട് വെക്കേണ്ടത്? അത് ഞാനായിരിക്കണം. അപ്പോൾ ആരായിരിക്കണം? ഞാനായിരിക്കണം സഭയിലെ ആത്മീകൻ. സഭയിൽ എല്ലാവരും ആത്മീകരാ അല്ലേ? എല്ലാവരും ആത്മീകരാ. പക്ഷേ അവനവൻ നോക്കുമ്പോൾ ആമേൻ, ഐ എം സ്പിരിച്വലി ഫെയ്ത്ത്ഫുൾ. ഞാൻ ആത്മീകമായി വിശ്വസ്തനാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ, ഞാൻ പോകണം. സ്തോത്രം. വിശ്വാസത്തിൻ്റെ വേല വളരെ വിശദീകരിക്കേണ്ട കാര്യമാണ്. എൻ്റെ പ്രധാന വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നമുക്ക് പോവുക. വിശ്വാസത്തിൻ്റെ വേല. 2, സ്നേഹപ്രയത്നം. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? അവരുടെ സ്നേഹപ്രയത്നം. സ്നേഹമാണ് അവരെ നയിക്കുന്നത്, പൊളിറ്റിക്സ് അല്ല. അനേക സഭകളെ നയിക്കുന്നത് പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമാണ്. ആമേൻ. എന്നാൽ തെസ്സലോനിക്ക സഭയെ നയിക്കുന്നത് ദൈവസ്നേഹമാണ്. സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് വലിക്കപ്പെട്ടു പോകുന്നതായിരിക്കണം ദൈവസഭ. സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടായിരിക്കണം നമ്മൾ സഭായോഗത്തിന് വരുന്നത്. ക്രിസ്തുവിലുള്ള നമ്മുടെ ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് നമ്മൾ വലിക്കപ്പെട്ടു വരേണ്ടവരാ. നമ്മുടെ ആരാധനയുടെ കേന്ദ്രം ദൈവസ്നേഹമാണ്. നിയമവുമുണ്ട്, സ്നേഹവുമുണ്ട്. പഴയ നിയമം മുഴുവൻ നിയമത്തെക്കുറിച്ച് പറയുന്നതായിരുന്നു. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതായിരിക്കണം, ഇതായിരിക്കണം. സ്തോത്രം. ദീർഘമായ നിയമങ്ങൾ അനുസരിക്കുവാൻ, നിയമാധിഷ്ഠിത ജീവിതം നയിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടവനായിരുന്നു പഴയ നിയമത്തിൻ്റെ മനുഷ്യൻ. നിയമാധിഷ്ഠിതമായ ജീവിതവും ശുശ്രൂഷയും മാത്രം അവർ നിർവഹിച്ചിരുന്നത്.
അവർ വിചാരിച്ചത് ഇങ്ങനെ ഒരു യഹൂദനായി ജനിച്ചാൽ മതി, പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ജനിച്ചാൽ മതി, പിന്നെ അവൻ സ്വർഗത്തിന് യോഗ്യനാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് യോഗ്യനാണ്. അങ്ങനെ അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അവൻ വ്യക്തിപരമായി ദൈവമായുള്ള ബന്ധമെന്നൊരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു. വ്യക്തിപരമായി ദൈവമായുള്ളൊരു ബന്ധമെന്നൊരു വിഷയമില്ലായിരുന്നു. എന്നാൽ അവർക്കും രക്ഷ കിട്ടിയത് വിശ്വാസത്താലാണെന്ന് തെളിയിക്കുന്നുണ്ട്. അവിടെ തെളിയിക്കുമ്പോൾ എടുത്തു പറയുന്ന ആൾക്കാർ വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരുടെ പേരെ പറയുന്നുള്ളൂ എന്ന് ഓർക്കണം. അവൻ ശ്രദ്ധിക്കണം. അപ്പോൾ അവരെക്കുറിച്ചുള്ള ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ, അവരെക്കുറിച്ച് കുറച്ച് വിശദീകരിക്കാനുണ്ടല്ലോ. എന്നാൽ നമ്മളങ്ങനല്ല. നമ്മൾ വ്യക്തിപരമായി കർത്താവുമായി ബന്ധപ്പെട്ട രക്ഷയിലേക്ക് വന്നു. ഓരോരുത്തരും വ്യക്തിപരമായി കർത്താവുമായി ബന്ധപ്പെടണം. പെന്തക്കോസ്ത് കൂട്ടത്തിൽ വന്നതുകൊണ്ടോ അല്ല ക്രൈസ്തവമായി ഇന്ന സമുദായത്തിൽ വന്നതുകൊണ്ടോ സമൂഹത്തിൽ വന്നതുകൊണ്ടോ ഒന്നും അവർക്ക് ദൈവവുമായുള്ള സാമൂഹികമായ ഒരു ബന്ധം കിട്ടിയെങ്കിൽ ആ ബന്ധം അവനെ വ്യക്തിപരമായി നിത്യതയിൽ എത്തിക്കുന്നു എന്നൊരു കൺസെപ്റ്റല്ല ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്നത്. ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്നത് വ്യക്തിപരമായി ദൈവവുമായുള്ള ബന്ധം കൊണ്ടാണ് ദൈവസന്നിധിയിൽ എത്തുന്നതാണ്. ഓരോരുത്തരും ഒരുപക്ഷെ ഒരു പിതാവ് പ്രാർത്ഥിച്ചാൽ ഒരു കുടുംബത്തിന് മൊത്തം കാര്യം സാധിക്കുമായിരിക്കും. അതുകൊണ്ട് കുടുംബത്തിലെല്ലാവരും പിതാവിന് ദൈവവുമായുള്ള ബന്ധം കൊണ്ട് മാത്രം നിലനിൽക്കാൻ ഉള്ളതല്ല. ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ദൈവവുമായി ബന്ധം സ്ഥാപിക്കണം. മാതാവ് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഒരു വീടിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു പോകുന്നത്. അതിൻ്റെ അർത്ഥം ആ മാതാവ് മതി ആ കുടുംബത്തെ മൊത്തത്തിൽ ദൈവസന്നിധിയിൽ എത്തിക്കാനെന്നല്ല. അതിൻ്റെ അർത്ഥം ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ദൈവവുമായി മാതാവ് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ബന്ധപ്പെട്ടിരിക്കണം. ഇത് തന്നെയാണ് പുതുനിയമത്തിലെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധം ഓർക്കണം. നമുക്ക് കർത്താവുമായി സ്ഥാപിക്കുവാൻ കഴിഞ്ഞിരിക്കുന്ന ബന്ധം, നിങ്ങൾ കർത്താവുമായി ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന ഒരു നിയമം വച്ചുകൊണ്ടാണെന്നിരിക്കട്ടെ. അവിടെ ഒരു നിയമം ഇരിപ്പുണ്ട്, പക്ഷെ പിന്നെ നടത്തുന്നത് നിയമമല്ല, പിന്നെ നടത്തുന്നത് സ്നേഹമാണ്. കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധം ആവശ്യമാണ്, മുന്നോട്ട് പോകാൻ എന്നൊരു നിയമമുണ്ടെന്നിരിക്കട്ടെ. ആ നിയമമുണ്ട്. ആ നിയമത്തിനകത്ത് പ്രവേശിച്ച് കഴിയുന്നവർ നയിക്കപ്പെടുന്നത് പിന്നെ നിയമത്താലല്ല, സ്നേഹത്താലാണ്. ഈ സഭാഹോളിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ പുറകിലൊരു ബോർഡ് എഴുതി വെച്ചിട്ടൊന്ന് വെക്കുക. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെക്കുക. ഇങ്ങനെയാന്ന് വെച്ചോ, സകല ജാതികൾക്കും ആരാധിക്കാനുള്ള ആരാധനാ സ്ഥലം എന്നെഴുതി വെച്ച്, സകല ജാതികൾക്കും അല്ലെങ്കിൽ വെൽക്കം പ്രവേശനം എന്നങ്ങ് വെച്ചു. പക്ഷെ ഇതിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെക്കുന്നത് എന്തായിരിക്കും അറിയാമോ? വിശുദ്ധ ജനമേ, നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കാമെന്നായിരിക്കും. പുറത്തെഴുതി വെക്കുന്നത് വെൽക്കം ടു ഓൾ, എല്ലാവർക്കും പ്രവേശിക്കാം. അകത്തെഴുതിക്കുന്നത് എന്തായിരിക്കും? അമേൻ, വിശുദ്ധ ജനമേ, നമുക്ക് കർത്താവിനെ ആരാധിക്കാം എന്ന് പറയാൻ അർത്ഥം മനസ്സിലായി എന്താണ്? അമേൻ. നമ്മൾ അവിടെ നിന്ന് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മെ പിന്നെ നിർബന്ധിക്കുന്നത്, ആരാധിക്കാൻ നിർബന്ധിക്കുന്നത് നമുക്ക് ദൈവവുമായുള്ള ബന്ധമാണ്. ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായതാണ്, ദൈവവുമായുള്ള എൻ്റെ ബന്ധമാണ്. ആമേൻ. നാം പുറത്തു നിൽക്കുമ്പോൾ അതുപോലെയല്ല, അകത്തേക്ക് പ്രവേശിച്ചാൽ ഇനിയുള്ള നമ്മുടെ മുഴുവൻ ജീവിതവും നയിക്കപ്പെടുന്നത് സ്നേഹത്താലാണ്. സ്നേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് സുവിശേഷം അറിയിക്കുന്നു, സ്നേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, സ്നേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് ദാനം ചെയ്യുന്നു, സ്നേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് ശുശ്രൂഷിക്കുന്നു. സ്നേഹത്തിൻ്റെ നിർബന്ധമാണ് പിന്നെയുള്ളത്. പൗലോസ് പറയുന്ന പ്രയോഗം തന്നെ എങ്ങനെയുണ്ട്? യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ നിർബന്ധത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന വേല, അതിനകത്ത് ചെയ്യുന്ന പ്രവൃത്തി, അതിനകത്ത് കാഴ്ചവെക്കുന്ന ജീവിതം, അതിനകത്തുള്ള ആരാധന, അതിനകത്ത് നാം ആയിരിക്കുന്നതെല്ലാം തന്നെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ആമേൻ. പിന്നീട് നമ്മൾ കടപ്പെട്ടു പോയി എങ്ങനെ അത് തീർക്കാതിരിക്കാൻ കഴിയും എന്ന ഒരവസ്ഥയിലായിപ്പോകും. കടപ്പെട്ടു പോയി. സ്നേഹത്തിന് കടപ്പാടുണ്ട്. അമേൻ. ആ സ്നേഹത്തിൻ്റെ ബന്ധനം ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപ് പറയുന്ന കാര്യങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ മാറ്റിവെക്കും. അതിന് മുമ്പ് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഒത്തിരി ലോ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. വിവാഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒത്തിരി ലോ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഭാര്യ ഇങ്ങനെയായിരിക്കണം, എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, ഭർത്താവ് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നാൽ ഞാൻ പുറത്ത് വരത്തുള്ളൂ എന്നൊക്കെ വെക്കുന്ന നിയമങ്ങളൊക്കെ വീട്ടിലൊക്കെ കിടന്ന് വെച്ചേക്കാം. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞു, ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, സ്നേഹം അവരെ നിർബന്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകളൊക്കെ തകരും. അമേൻ. സ്നേഹത്തിൻ്റെ നിർബന്ധം അവർക്ക് വേണ്ടി ഒരു ജീവിതത്തെ തയ്യാറാക്കി കൊടുക്കും. ആ ജീവിതം ആ കുടുംബത്തെ നയിക്കേണ്ടത്. അതാ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രത്യേകത. കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിച്ച് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും, മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ മുമ്പിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കും, പുറകിൽ നിന്ന് തള്ളും,
മുമ്പിൽ നിന്ന് വലിക്കും അല്ലേ? എന്നെ പുഷ് പുൾ തിയറിയാണ് പറയുന്നത്. നമ്മളെ പുഷ് ചെയ്യുകയും ചെയ്യും, വലിക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ, ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിന് നിർബന്ധമാണോ നമ്മുടെ ആത്മീക ജീവിതത്തെ മധുരതരമാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, നമ്മുടെ ആരാധനയെ, നമ്മുടെ ആത്മീകതയെ മധുരതരമാക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മനോഹാരിത നമ്മെ ചുറ്റിപ്പിടിക്കാറുണ്ടോ? അതോ നമ്മുടെ കുറ്റബോധത്തിൻ്റെ മനസാക്ഷി കൊണ്ട് ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ ദൈവകോപം വരുമോ എന്ന ഭയത്തിൽ നിന്നാണോ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, ദാനധർമ്മം ചെയ്യുന്നത്, സ്തോത്ര കാഴ്ചയിടുന്നത്, ആമേൻ, പ്രസംഗത്തിന് ഹല്ലേലൂയ പറയുന്നത്? അതോ നമ്മെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ നിർബന്ധമാണോ നമ്മളിത് ചെയ്യുന്നത്? നമ്മെ ദൈവസ്നേഹം നിർബന്ധിക്കുന്നെങ്കിൽ, എങ്കിൽ മാത്രം, സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നെങ്കിൽ മാത്രം അത് ദൈവസന്നിധിയിൽ പ്രശംസനീയമാണ്. ദൈവസന്നിധിയിൽ പ്രശംസനീയമായ ക്രിസ്തീയ ജീവിതത്തിലെ പ്രത്യേകത അതാണ്. കർത്താവിന് വേണ്ടി കഠിനമായി കഷ്ടം സഹിച്ച് വേല ചെയ്യുന്ന ഒരു ദൈവദാസനും തൻ്റെ വികാരാവേശത്താൽ ആ പ്രവൃത്തി ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ കഠിനമായി കഷ്ടം സഹിച്ച് വേല ചെയ്യുവാൻ ദൈവവേലയ്ക്ക് വേണ്ടി നിർബന്ധിതനായി നിൽക്കുന്നെങ്കിൽ അവനെ നിർബന്ധിക്കുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിൽ നിന്നാണ് ആത്മഭാരം ഉണ്ടാകുന്നത്. ആത്മഭാരത്തിൽ നിന്നാണ് കഠിനത സഹിക്കാൻ മനസ്സുണ്ടാകുന്നത്. അതിൽ നിന്നാണ് ആത്മാക്കൾ ജനിക്കുന്നത്. അങ്ങനെ പോകുവാൻ ഒരാളെ നിർബന്ധിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ പുഷ് പുൾ തിയറി ഉണ്ടല്ലോ, അതിനകത്ത് അവർക്കൊരാനന്ദമുണ്ടാകും. ഞാൻ ഓർക്കുന്നത്, കർത്താവിൻ്റെ പേരെ ഞാൻ ഇറങ്ങി തിരിച്ച ആദ്യ സമയങ്ങളിൽ ഞങ്ങൾക്ക് പോയിട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഭയങ്കര കഠിനമായ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കഠിനമായ അവസ്ഥകളിലൂടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വേലക്കിറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെയും സഹായമില്ല. ഒരു നല്ല വാക്ക് പറയാൻ ഒരാളില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ആൾ പോലും സുവിശേഷ വേലയിൽ സപ്പോർട്ട് ചെയ്യാനില്ല, വേണ്ട വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യാനില്ലാതിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിർബന്ധം ഒറ്റ കാര്യം കൊണ്ട് അവൻ അകത്തങ്ങ് ഈ ദൈവസ്നേഹം അങ്ങ് നിറയും. ഒരു പ്രസംഗം കേൾക്കാൻ എന്ത് കിലോമീറ്റർ ദൂരം നടന്നിട്ടുണ്ടെന്ന് ഒരു പ്രസംഗം കേൾക്കാൻ. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ ജീവിതം പിന്നെ കുറേ ട്രാക്റ്റും എടുത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ യാത്ര, മെഗാഫോണും എടുത്ത് പ്രസംഗിച്ചുകൊണ്ട് നടത്തിയ യാത്രകൾ. ഞാൻ ഓർക്കുന്നു, ആദ്യ സമയങ്ങളിൽ എൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്, പ്രസംഗിക്കാൻ എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ അറിയാം, സുവിശേഷം പ്രസംഗിക്കാൻ അറിയാമല്ല. അങ്ങനെയൊക്കെ സമയത്ത് ഈ KSRTC ബസ്സിലെ കണ്ടക്ടർമാർ ഉപയോഗിക്കുന്ന റാക്കറ്റ് കണ്ടില്ലേ, നെഞ്ചത്തിങ്ങനെ തൂക്കിട്ടിരിക്കുന്ന ഒരു റാക്കറ്റ്, ആ റാക്കറ്റ് പോലത്തെ ഒരു സാധനം ഞാൻ കാർഡ്ബോർഡിൽ വെട്ടി ഉണ്ടാക്കി, അതിൻ്റെ മുകളിൽ റെക്സിൻ പൊതിഞ്ഞ് അതിനകത്ത് അറയൊക്കെ ഉണ്ടാക്കി, അതിനകത്ത് ഞാൻ ഈ ഹോമിയോ ഗുളിക കൊണ്ടുവരുന്ന കുപ്പി കണ്ടു, ഹോമിയോ ഗുളിക കുപ്പി, ഈ കുപ്പിക്കകത്തെ ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ ട്രാക്റ്റ് ചുരുട്ടി അതിനകത്തോട്ട് വെക്കും, അടയ്ക്കും. അതിലിങ്ങനെ കുത്തി വെച്ചിരിക്കുക. KSRTC ബസ്സിനകത്ത് കയറി നിൽക്കും, ഡ്രൈവറുടെ ഇപ്പുറം കയറുന്ന കൈ കൊണ്ടിരിക്കും. യുവർ അറ്റൻഷൻ പ്ലീസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ എൻ്റെ പുതിയ പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന സകല രോഗങ്ങൾ സൗഖ്യമാക്കാൻ നിങ്ങൾ ഡോക്ടർമാർ എടുക്കാൻ പോയെങ്കിൽ ഇനി നിങ്ങൾ ഡോക്ടർ എടുക്കൽ പോകണ ഒറ്റ മൂലി കൊണ്ട് നിങ്ങൾ മുഴുവൻ രോഗങ്ങൾ സൗഖ്യമാക്കുന്നത് ഇങ്ങനെ പറയും. ഇന്ന് എനിക്ക് അങ്ങനെ പറയാറില്ല, പട്ടപടാന്ന് കൊണ്ട് പറയും. ആൾക്കാരിങ്ങനെ ത്രില്ലടിച്ച് നോക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നിങ്ങളുടെ സമയം, ഇപ്പോൾ നിങ്ങൾ കൈ നീട്ടിയാൽ ഈ സാധനം നിങ്ങളുടെ കയ്യിൽ, ഇതോടുകൂടി നിങ്ങളുടെ രോഗങ്ങളുടെ പേര് 10-15 രോഗങ്ങളുടെ പേര് പറയും, ഇപ്പോൾ നിങ്ങൾ ഒറ്റ മൂലിയാണ് സൗഖ്യമാകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലും ഈ ആൾക്കാരെല്ലാം കൈ നീട്ടി അങ്ങ് മേടിക്കും. എല്ലാവർക്കും കുപ്പി കൊടുക്കും, കുപ്പി തീരും, ഞാൻ ഇറങ്ങി പോരും. എന്നെ പുറകിലിറങ്ങി വന്ന് തുപ്പിയിട്ടുള്ള ആൾക്കാരുണ്ട്, അടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുമുണ്ട്. എനിക്ക് ആദ്യമായിട്ട് രക്ഷയിലേക്ക് കിട്ടിയ ആളുടെ പേര് എൽദോസ് എന്നാണ് പേര്. രക്ഷിക്കപ്പെട്ടത് അതും എറണാകുളത്ത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ വാതിക്കൽ. ഞാനിതെല്ലാം പറഞ്ഞ് ആകപ്പാടെ ചുമച്ച് വന്നിരിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരൻ വന്നിട്ട് അതിൻ്റെ വാതിക്കൽ ഒരു പെട്ടിക്കടകളുണ്ട്, ചായക്കടയുണ്ട്. ചായക്കട ബെഞ്ചെ കൊണ്ട് എന്നെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ബ്രദറെ ശരിക്കും അങ്ങ് ചുമയ്ക്കാൻ പറഞ്ഞു. 2 ചായ പറഞ്ഞു, എനിക്ക് ഒന്ന് അദ്ദേഹത്തിനും 2 വട പറഞ്ഞു, കടലാസി വടയെടുത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു സമാധാനത്തോടെ കഴിക്കാൻ പറഞ്ഞു. ഞാൻ സമാധാനത്തോടെ ചായയും കുടിച്ചു, ചുമയൊക്കെ നിർത്തി വടയും കഴിച്ചിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഇപ്പോൾ പറഞ്ഞ കാര്യം ബാക്കിയുള്ള ഒന്നുകൂടെ പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിത് ഇതുപോലെ പറയുകയാണെങ്കിൽ ബസ്സേ കയറണം. അന്നേരം എനിക്ക് പറയാം, എരിവ് അങ്ങോട്ട് വരത്തുള്ളൂ. ഒന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞ എൻ്റെ കണ്ടൻറ്റ് പറയാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഈ ചുറ്റി വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് യോഹന്നാൻ 3:16 വായിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ വാക്യം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അർത്ഥം അറിയാമല്ലോ, പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. എനിക്ക് അത്ര മതിയായിരുന്നു. അവിടെ വെച്ച് എൽദോസ് രക്ഷിക്കപ്പെട്ടെ, സുവിശേഷ വേലയ്ക്ക് ഒരാൾ സമർപ്പിക്കപ്പെട്ടു. ഇതൊക്കെ സംഭവിക്കും. അടി കിട്ടിയിട്ടുണ്ട്, ഇറക്കി വിട്ടിട്ടുണ്ട്, ഒത്തിരി. അതൊക്കെ ഒന്നും പറഞ്ഞു അതൊന്നും അവിടെ കൊണ്ട് തീരത്തില്ല. സംഭവങ്ങൾ അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഞാനിവിടുന്ന് വാകത്താനത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മെഗാഫോണും എടുത്ത് പ്രസംഗിച്ച് ഇന്ത്യയുടെ പകുതി വരെ നടന്നിട്ടുണ്ട്. ക്യാൻ യു ബിലീവ്? അങ്ങ് പോവുകയാണ്. മിക്കവാറും കിടക്കുന്നത് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ കടത്തിനുള്ളായിരിക്കും. അതൊക്കെ ഒത്തിരി നല്ല സംഭവങ്ങൾ. അങ്ങനെ നടന്നങ്ങ് പോവുകയാണ്. നടന്നങ്ങ് പോവുകയാണ്.
ഞാൻ പ്രസംഗിച്ച അനേക സ്ഥലങ്ങളിലെ 10,000-കണക്കിന് ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ മലയാളത്തിൽ മാത്രമാണ് പ്രസംഗിക്കുന്നത്. കുറച്ച് ഇംഗ്ലീഷ് വാക്കും കയറ്റും. അതിനകത്ത് മറാഠിക്കാരോടും പ്രസംഗിച്ചിട്ടുണ്ട്, തെലുങ്കിനോടും പ്രസംഗിച്ചിട്ടുണ്ട്. ആൾക്കാർ വട്ടനെന്നല്ലാതെ വേറെ വല്ലതും കാണുമോ? അതൊരു തരം വട്ടാണ്. ആത്മീക അല്ലേ, അങ്ങനെ വാക്ക് തന്നെ ഉണ്ടല്ലോ, ആത്മപൂർണ്ണൻ ഭ്രാന്തനെ പോലെയാണ്. ഇങ്ങനെ നമ്മളങ്ങ് പോകും. സ്തോത്രം. അർത്ഥമറിയാൻ വയ്യാത്ത ചില യാത്രകളാണെങ്കിലും അതൊക്കെ എങ്ങനെയാണ് ദൈവരാജ്യത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്കറിയാൻ വയ്യെങ്കിലും ആരോ നിർബന്ധിച്ചു കൊണ്ടുവന്നൊരു കൊണ്ടുപോക്കാതെ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഈ യാത്ര ചെയ്ത് പോയിട്ടുള്ള അനേക സ്ഥലങ്ങളിലും അതിനുശേഷം സുവിശേഷവുമായി ഞാൻ കടന്നു പോയിട്ടുണ്ട്. അനേക സ്ഥലങ്ങളിലും കടന്നു പോയി. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്തെ കയറി നിന്ന് ആ ദേശത്തെ മുഴുവൻ ഇങ്ങനെ കൈ ഈ ചൂണ്ടി പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് യേശുവിനെ ഞാൻ അവകാശം പറഞ്ഞു, ദേശം വിടുവിക്കപ്പെടണം, ഇവിടെ എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം കൂടി, ആത്മാക്കൾ വിടുവിക്കപ്പെടണം. അതിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം യാത്ര ചെയ്തിട്ടുണ്ട്, സുവിശേഷവുമായി യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ആ കാര്യമൊക്കെ ഓർക്കാനിടയായി. കേരളത്തിലങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഞാൻ പറയാം, ഇതൊരിക്കലും ഒരു മനുഷ്യൻ്റെ നിർബന്ധമല്ല, ദൈവസ്നേഹത്തിൻ്റെ മാത്രം നിർബന്ധമാണ്. ആരും പ്രതിഫലം തരാനില്ല, ആരും ഭക്ഷണം തരാനില്ല, കയറിക്കിടക്കാൻ ഒരു സ്ഥലം തരാൻ ആരുമില്ല. അതൊരു ശരിക്കും പറഞ്ഞാൽ മാന്യമായ ഒരു അപ്രോച്ച് പോലും ആയിരുന്നില്ല, എൻ്റെ അതുപോലെ മാന്യമായ സമീപനം പോലും ആയിരുന്നില്ല. അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ അകത്ത് നിർബന്ധിക്കുന്ന നിർബന്ധത്തിൻ്റെ ഈ പുഷ്പുള്ളുണ്ടല്ലോ, ആ നിർബന്ധത്തിൻ്റെ മാത്രം സഹായത്താൽ യാത്ര ചെയ്ത യാത്രകളാണ്. എനിക്കൊരു കാര്യം അറിയാം, അതൊക്കെ എങ്ങനെയൊക്കെയോ ദൈവരാജ്യത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ പ്രസംഗമാർക്കും മനസ്സിലായില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന മുഴുവൻ സ്വർഗത്തിന് മനസ്സിലായിട്ടുണ്ട്. ദേശങ്ങളെ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ആ ദേശത്തിന് വിടുതലായിട്ടുണ്ട്. അനേക കുടുംബങ്ങൾക്ക്, അനേക സഭകൾക്ക് വിടുതലായിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, തിരുവനന്തപുരത്തിന് കിഴക്ക് ആ ചുള്ളിമാനൂർ തുടങ്ങി പൊന്മുടി വരെ ഉള്ള സ്ഥലത്ത് 40 സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചു. ഒറ്റയാളെ പോലെ പ്രവർത്തിച്ചു. 41 സ്ഥലങ്ങളിൽ സഭകളുണ്ടായി. സ്തോത്രം. അതൊക്കെ സഭയായിട്ടൊക്കെ രൂപപ്പെട്ടത് പിന്നെയാണെങ്കിലും അന്നത് മാത്രം ചെയ്തു. അത് അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഒരു തരത്തിലുമുള്ള ഒരു പ്രതീക്ഷയുമില്ലാതെയാണ്. ഞാൻ ഓർക്കുന്ന പൊന്മുടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ബസ് വരുമ്പോൾ KSRTC ബസ്സിൽ യാത്ര ചെയ്ത സമയത്താണ് അങ്ങ് ദൂരെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഒത്തിരി ലയങ്ങൾ കണ്ടു, ഫാക്ടറി കണ്ടു. ഫാക്ടറി വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ആ ഫാക്ടറിയിൽ സുവിശേഷം അറിയിക്കോടെ സഭ പണിയണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് മെർജിസ്റ്റൻ എസ്റ്റേറ്റ് ആണ്. മെർജിസ്റ്റൻ എസ്റ്റേറ്റിൽ സഭ പണിതു. സ്തോത്രം. അത് അവിടെ വേല ചെയ്യുവാൻ കാരണമായത് വളരെ ആക്സിഡൻ്റലായിട്ടാണ്. സ്തോത്രം. വഴിതെറ്റിച്ചെന്നതാണ് അവസ്ഥ. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഒരിക്കൽ വേറൊരു വഴിക്ക് അഗസ്ത്യകൂടത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വഴിതെറ്റി വന്ന് കയറിയത് ഈ മെർജിസ്റ്റനിലായിരുന്നു. മെർജിസ്റ്റനിലെ UP-കാരനായ മാനേജർ അദ്ദേഹമാണ് എന്നെ അവരുടെ ആൾക്കാരുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഒരാളെ കണ്ടിരിക്കുന്നു വെച്ചാൽ ഒരു മലയാളിയെ കണ്ടിരിക്കുന്നു പറഞ്ഞ്, തിരുവനന്തപുരത്തെ കാര്യമാണ്, മലയാളിയെ കണ്ടിരിക്കുന്നു പറഞ്ഞ് അദ്ദേഹം എന്നെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ കൊണ്ടുപോയി. അവരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. എന്ത് ആക്സിഡൻ്റലായിട്ടാണ് സംഭവം നോക്കിക്കേ. പക്ഷേ ഇതുപോലെ ആക്സിഡൻ്റലാണോ? ഇതൊക്കെ പ്രീ പ്ലാൻഡാണ്. ഒരു സ്ഥലത്ത് പോയി അവിടുന്ന് വഴിതെറ്റി ഒരിടത്ത് വന്നു. ഭാഷ അറിയാൻ വയ്യാത്ത, ഒന്നും അറിയാൻ വയ്യാത്തൊരു മനുഷ്യൻ പിടിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കിട്ടിയിരിക്കുന്നു, എന്താണെന്ന് ചോദിക്കുന്ന പറഞ്ഞുകൊണ്ട് ആക്കുന്ന ആ വ്യക്തി, രവി എന്ന അയാളുടെ പേര്, ആ വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഒരാൾ കാത്തിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയ ആൾ ഞാനാ. അതിനുശേഷമാണ് അവിടെ സഭ സ്ഥാപിച്ചത്. അങ്ങനെ എന്തെല്ലാം മിറാക്കുലസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ ആ യാത്രകളുടെ പിന്നിലെല്ലാം ഉണ്ടായത് ഒരൊറ്റ കാര്യമാണ്, ദൈവസ്നേഹത്തിൻ്റെ നിർബന്ധം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ദൈവസ്നേഹത്തെ ഒന്ന് കൊതിച്ചാഗ്രഹിച്ചാലോ? ആ ദൈവസ്നേഹത്തെ ഒന്ന് ആഗ്രഹിച്ചാലോ? നമ്മളെല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കത്തില്ലേ? അതുപോലെ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഈ ദൈവദാസൻ പറയുന്ന ദൈവസ്നേഹം എനിക്ക് കുറച്ച് താ. ദൈവസ്നേഹം ആത്മഭാരത്തെ തരും. ആത്മഭാരം കർത്താവിൻ്റെ വേലക്കായി നമ്മളെ നിർബന്ധിക്കും. അതിലൂടെയാണ് നമ്മൾ കർത്താവിനെ ഉയർത്തുന്നത്, ജനം വിടുവിക്കപ്പെടുന്നത്. സ്വത്രം കൊടുക്കാമോ കർത്താവിന്? ആമേൻ. തെസ്സലോനിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും, പിന്നെ അടുത്ത വാക്കെന്താ? സ്നേഹപ്രയത്നവും പ്രത്യാശയുടെ സ്ഥിരതയും, യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരതയും കണ്ട് അദ്ദേഹം അഭിനന്ദിക്കുകയാണ്. അവർ നിമിത്തം ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. പ്രത്യാശയുടെ സ്ഥിരത നല്ലൊരു പ്രയോഗമല്ലേ അതെ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ കർത്താവായ യേശു. എന്താ കർത്താവ് എന്ന് പറയാൻ കാര്യം? തെസ്സലോനിക്ക സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അവരറിയേണ്ട ഒരു വസ്തുതയുണ്ട്. നിങ്ങളുടെ ഭരണകർത്താവ് യേശുക്രിസ്തുവാ.
നിങ്ങളുടെ മേൽ കൺട്രോൾ യേശുവിന്. നിങ്ങളുടെ മേൽ കൺട്രോൾ ജാതികൾക്കല്ല, നിങ്ങളുടെ മേൽ കൺട്രോൾ യഹൂദന്മാർക്കല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ആധിപത്യാധികാരമുള്ളത് വേറെ ആർക്കുമല്ല, അത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. യേശു ക്രിസ്തു നമ്മുടെ കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. നമുക്കെപ്പോഴും ഒരു രക്ഷിതാവിനെ ആവശ്യമായില്ലേ രക്ഷിക്കാൻ. വഴിതെറ്റിപ്പോകുമ്പോൾ രക്ഷിക്കാൻ ഒരാൾ വേണം, വീണ് പോകുമ്പോൾ എഴുന്നേൽപ്പിക്കാൻ ഒരു രക്ഷിതാവ് വേണം, വണ്ടി ഇടിക്കാതിരിക്കാൻ രക്ഷിക്കാൻ ഒരാൾ വേണം. പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ ഒരാൾ നമ്മൾ അനുവദിച്ചു കൊടുക്കുമോ? നമ്മൾ പറയും അങ്ങനെ നിയന്ത്രിക്കാനൊക്കെ വരട്ടെ, പക്ഷെ നിയന്ത്രിക്കുന്നയാളായ കർത്താവ് കൺട്രോളിങ് ഫിഗറാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ മാത്രമേ യേശു നമ്മുടെ കർത്താവാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആമേൻ. നമുക്കാവശ്യം ഒരു JCBയാണ്. നമ്മുടെ മുമ്പേ പോണ വഴി റെഡിയാക്കി തരണം, ഇടിച്ച് പൊടിച്ച് എല്ലാം നിർമൂലമാക്കണം. ശത്രുക്കൾ വന്നാൽ അതിൻ്റെ കൈകൊണ്ട് ഇങ്ങനെ തട്ടി തെറിപ്പിക്കണം. ആമേൻ. പക്ഷേ യേശുവിന് രക്ഷിതാവാകാനും കർത്താവാകാനും ഇഷ്ടമാണ്. കർത്താവ് നമ്മുടെ കർത്താവായി നമ്മളെപ്പോൾ സ്വീകരിക്കുന്നോ അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സേഫ് ആകത്തുള്ളൂ. രക്ഷിതാവായി മാത്രം കർത്താവിനെ സ്വീകരിക്കുമ്പോഴല്ല നമ്മുടെ ജീവിതം സേഫ് ആകുന്നത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കൂടെ കർത്താവ് ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതം സുരക്ഷിതമാകുകയുള്ളൂ. ബ്രേക്ക് ചവിട്ടേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ബ്രേക്ക് ചവിട്ടണം. സ്റ്റിയറിംഗ് തിരിക്കേണ്ടിടത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കണം. സ്തോത്രം. ആമേൻ. അങ്ങനെ കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ, അത് തെസ്സലോനിക്കരോട് പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. യേശു ക്രിസ്തുവിൽ നമുക്കുള്ള പ്രത്യാശ ഉണ്ടാക്കുന്ന സ്ഥിരതയുണ്ടല്ലോ. ആമേൻ. നമ്മുടെ ജീവിതം അസ്ഥിരമായി പോകുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. പ്രത്യാശയില്ലാത്തവൻ്റെ ജീവിതം അസ്ഥിരമായി പോകും. എത്രയോ പേരുടെ സൂയിസൈഡ് നോട്ട് വായിച്ചിട്ടുണ്ടെന്നറിയാമോ, അല്ലെ കണ്ടിട്ടുണ്ടെന്നറിയാമോ, കേട്ടിട്ടുണ്ടെന്നറിയാമോ? ആമേൻ. അവരുടെയൊക്കെ സൂയിസൈഡ് എനിക്കറിയാം. ഒരു അപ്പച്ചൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ട് അദ്ദേഹം തലയണ കീഴെ വെച്ചിട്ടാണ് കിണറ്റിപ്പോയി ചാടിയത്. അതിനകത്ത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നോ ഹോപ്പ്, ഐ ആം ലീവിങ്. പ്രത്യാശയില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നു, പ്രത്യാശയില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നു. ആമേൻ. ലോകത്തിലെ എത്ര സുന്ദരിമാർ, ക്ലെയോപാട്ര അടക്കമുള്ള ലോകത്തിലെ സെലിബ്രിറ്റികൾ പ്രത്യാശയില്ലാത്തതുകൊണ്ട് നശിച്ചുപോയി. പ്രത്യാശയില്ലാത്തത് കൊണ്ട് ജീവിതം അസ്ഥിരമായി പോകും. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തെ സ്ഥിരതയുള്ളതാക്കും. തെസ്സലോനിക്കരുടെ ജീവിതത്തിൽ പൗലോസ് അത് കണ്ടു. വിശ്വാസം കണ്ടു, പ്രത്യാശ കണ്ടു, സ്നേഹം കണ്ടു. അവൻ വിശ്വാസത്തിൻ്റെ വേല, വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹ അധ്വാനവും പിന്നെ പ്രത്യാശയുടെ സ്ഥിരതയും. ഒരു സ്വതന്ത്രം കൊടുക്കാമോ കർത്താവിന്? ഇളകി മറിയുന്ന ലോകത്തെ പിടിച്ചു നിൽക്കുവാനുള്ള ഏക മാർഗം ഇത് തന്നെയാ. ഈ 3 വിധ ക്വാളിറ്റീസ്. ഇനി 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. അടുത്തത് 4-ാമത്തെ വാക്യം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നുവെന്ന് അറിയുന്നുവല്ലോ. ആ വാക്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ. 1-ാമത്തേത്, അവർ നിമിത്തം സ്തോത്രം ചെയ്യുവാൻ ചിലതുണ്ടായിരുന്നു. 2-ാമത്തേത്, അവർക്ക് ലഭിച്ച സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്. അവർക്ക് ലഭിച്ച സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ആമേൻ. ഇളകിമറിയുന്ന ഈ പ്രതിസന്ധികളുള്ള ലോകത്ത് ആത്മീകമായി ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. എന്താണ് അവർക്ക് ലഭിച്ച സുവിശേഷത്തിൻ്റെ പ്രത്യേകത? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല എന്ന് പറഞ്ഞാൽ വെറും വാക്കുകളായി മാത്രമല്ല എന്നർത്ഥം അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബൈബിളിൽ കാണുന്ന ബൈബിൾ വചനത്തെ ഉദ്ദേശമല്ല പറഞ്ഞിരിക്കുന്നത്, വെറും വാക്കുകളാണ്. ഞങ്ങൾ പറഞ്ഞ എന്തോ കാര്യത്തിൻ്റെ പേരിൽ മാത്രമല്ല, ഞങ്ങളുടെ പ്രസംഗമല്ല, ഞങ്ങളുടെ സുവിശേഷം വെറും വാക്കുകളായി മാത്രമല്ല, വചനത്തിൽ എന്തുണ്ടായിരുന്നു? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പോൾ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്. പിന്നെ പരിശുദ്ധാത്മാവ് അതിനകത്തുണ്ട്. 3 ബഹുനിശ്ചയമുള്ളതാണ്. ആമേൻ. അതായത് ദൈവവചനം നമ്മൾ സ്വീകരിക്കുന്നതും എങ്ങനെയായിരിക്കണം? ദൈവവചനം സ്വീകരിക്കുന്നതും ശക്തിയോടെ ആയിരിക്കണം.
വചനം ശക്തിയോടെ, വചനത്തിനകത്ത് ശക്തിയുണ്ട്. വചനത്തിനകത്ത് വാക്കുകൾ മാത്രമല്ല. ഞാൻ ഇന്നലെ പ്രസംഗിച്ച കാര്യത്തെക്കുറിച്ച് പാസ്റ്റർ പറഞ്ഞല്ലോ, നോട്ട് ഓൺലി പെർഫോമൻസ് അല്ല, പ്രസൻസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞത്. അത് നമ്മളുടെ പല ആത്മീക ജീവിതത്തിലും അങ്ങനെ പ്രകടനം മാത്രമേ ഉള്ളൂ. അടുക്കും ചിട്ടിയായി എഴുതി തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ വാക്കുകളെ പ്രദർശിപ്പിക്കുന്ന വാക്കുകളുടെ ഒരു പ്രദർശനശാലയായി പ്രസംഗപീഠം മാറുന്നു. ആമേൻ. ശബ്ദവീചികളുടെ ഉച്ചസ്ഥായി അല്ലെ നിമ്നോന്നതികളിൽ സന്തോഷം കണ്ടെത്തുന്ന സംഗീത പ്രമാണികൾ അല്ലെങ്കിൽ സംഗീത വിദഗ്ധർ. അതിനപ്പുറം വേറൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ജനത്തെ ഉത്തേജിപ്പിക്കുന്നതിനപ്പുറം ഒന്നും ആഗ്രഹിക്കുന്നില്ല വർഷിപ്പ് ലീഡേഴ്സ്. അങ്ങനെയല്ല. എന്നാൽ ദൈവസാന്നിധ്യം കൊണ്ടുവരാത്ത യാതൊരു ആത്മീക ക്രിയ കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. സ്പിരിച്വൽ എക്സർസൈസ് എന്ന് പറയുന്നത് ഒന്നും തന്നെ ദൈവസാന്നിധ്യം കൂടാതെ പ്രയോജനപ്രദമല്ല, പ്രയോജനകരം അല്ല. അത് പ്രാർത്ഥനയായാൽ പോലും. അതെപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ എന്ന ചിന്ത കൊണ്ട് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്നുള്ള ഒരു ഭയം കൊണ്ടോ, പ്രാർത്ഥനയുടെ ശൂന്യതയുണ്ടാക്കുന്ന ഒരു കുറ്റബോധം കൊണ്ടോ ഒക്കെ മാത്രമാണെങ്കിൽ ആ പ്രാർത്ഥന അർത്ഥശൂന്യമാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തെ കൊണ്ടുവരുന്നതാണെങ്കിൽ, ആ ബോധ്യമുള്ളതാണെങ്കിൽ അതാ പ്രാർത്ഥന. അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ തന്നെ പഠിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ പോയെന്നിരിക്കുന്നു, പ്രാർത്ഥിക്കാനിരുന്നിട്ട് ഒരു സമയം ഒന്ന് നിശബ്ദമായിട്ടൊന്നിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഒത്തിരി എക്സസൈസ് ഒന്നും ചെയ്യണ്ട, ഒത്തിരി കാര്യമൊന്നും വേണ്ട. എൻ്റെ അപ്പച്ച എന്ന് ശാന്തമായി വിളിക്കുമ്പോൾ, അങ്ങനെ വിളിക്കാറില്ലേ? ഉണ്ടാകുന്നൊരു സ്പിരിച്വൽ ഫീലിംഗ് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോക്കിയാൽ മതി. ശാന്തമായി നിന്നിരുന്നിട്ട് ദൈവസേനയിൽ പോയി സ്വന്തം, അതെങ്ങനെ കസേര ഇരുന്നാലോ, ചമ്മറം പടഞ്ഞിരുന്നാലോ, താഴെ ഇരുന്നാലോ, മുട്ടുമടങ്ങി എങ്ങനെ ആയിക്കോട്ടെ, നടക്കുമ്പോഴായിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, മനസ്സിനെ സ്വസ്ഥമാക്കിയിട്ട് ഒത്തിരി കാര്യങ്ങളെ ഈ അണ്ടകടാകത്തെ ഒറ്റ നാഴി മണ്ണ് കൊണ്ടുണ്ടാക്കിയെടുത്ത് ഒന്നും നമ്മുടെ ബന്ധം കൊണ്ട് എൻ്റെ അപ്പച്ച അങ്ങോട്ട് പതിയും തുടങ്ങിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പോലും പറയണമെന്നില്ല, പറഞ്ഞോളൂ. നമുക്കെങ്ങനെയാണ് മനസ്സ് വരുന്നത് പോലെ നമ്മുടെ ബഹുമാനവും സ്നേഹവും എങ്ങനെയാണ്. ഞാൻ സാറിന് പറഞ്ഞൊരു കാര്യമൊക്കെ ഞാനീ പറയുന്നു. പെട്ടെന്ന് ദൈവസാന്നിധ്യം വരും. ദൈവസാന്നിധ്യം വരുമ്പോൾ അത് ഉള്ളിൽ മാത്രമല്ല, ദൈവസാന്നിധ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മനസ്സിലാകും, നമ്മുടെ മനസ്സിൽ മനസ്സിലാകും. ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് പറ്റും. ദൈവസാന്നിധ്യം നമുക്ക് വരും. അതൊരു വലിയ ഫീലിംഗാണ്. ആമേൻ. പ്രാർത്ഥനയിലും പാട്ടിലുമൊക്കെ നമ്മൾ ആത്മീകമായി പാട്ടുകൾ പാടി ചില സമയങ്ങളിൽ നമ്മൾ ഇതിനകത്തെങ്കിൽ ലയിച്ചു പോവുകയോ ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോവുകയോ ചെയ്തില്ലേ? ആത്മീക ഗീതങ്ങൾ ആലപിച്ച് നമ്മൾ സ്പർശിക്കപ്പെട്ടതുപോലെ തോന്നത്തില്ലേ? ദൈവസാന്നിധ്യമാണ്. അതായത് പ്രകടനമല്ല, സാന്നിധ്യമായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. കർത്താവ് നമ്മളെ സമീപിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സമീപിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന് ഇന്ന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമല്ലേ? നമ്മൾ ക്രമേണ അതിലേക്ക് അങ്ങ് കയറും. നമ്മുടെ രേണിയുടെ പടികളിൽ കയറുന്ന പോലെ ആത്മീയ ജീവിതത്തിൻ്റെ കയറ്റം ഒറ്റയ്ക്കൊരു എടുത്തിയാട്ടമൊന്നുമല്ല. അങ്ങനെ എടുത്തു ചാടി എന്തോ പ്രാപിക്കാൻ നോക്കുന്ന ആ നോട്ടം പ്രകടനത്തിലേ കൊണ്ടുപോകത്തുള്ളൂ. പക്ഷേ പ്രാപിച്ച് പോകാൻ നോക്കുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ കയറി അങ്ങ് പോകും. കുറേശ്ശെ ഓരോ പടി വീതം. ദൈവത്തിന് സ്തോത്രം. ദൈവസാന്നിധ്യം ചോദിച്ചാൽ മതി, ദൈവം തരും. കർത്താവ്, എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഒന്ന് തരണേ. സിമ്പിളല്ലേ നമ്മുടെ പ്രാർത്ഥന? കർത്താവേ, എനിക്ക് മനസ്സിലാക്കത്തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം എനിക്ക് തരണേ. നമുക്ക് മനസ്സിലാക്കത്തക്കവണ്ണം ദൈവം തൻ്റെ സാന്നിധ്യം തരും. അങ്ങനെ നമുക്ക് നമ്മൾക്ക് ചിലർക്ക് ദൈവസാന്നിധ്യം, പണ്ട് എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം കർത്താവിനെ കുറിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ക്രൂശന്മേൽ ഇങ്ങനെ കിടക്കുന്ന യേശുവിനെക്കുറിച്ചുള്ളൊരു വലിയ പിക്ചറാണ് കണ്ടത്. അദ്ദേഹം വന്നത് ബൈബിൾ കോളേജ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ അവിടുത്തെ തിയോളജി ദൈവശാസ്ത്രകാരന്മാരായ അധ്യാപകരെല്ലാം കൂടെ പറഞ്ഞു അത് പിശാചി കാണിച്ചാന്ന് പറഞ്ഞു. അയ്യോ, എന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നീ കണ്ട കുരിശ് എങ്ങനെയാണ്? അപ്പോൾ അവൻ ഇങ്ങനത്തെ ഒരു കുരിശ് പറഞ്ഞു. എങ്ങനെയാണ് കിടക്കുന്നത്? രണ്ട് കൈ ഇങ്ങനെ നീട്ടി. എവിടെയാണ് അണിയടിച്ചിരിക്കുന്നത്? ഇവിടെയാണ് അണിയടിച്ചിരിക്കുന്നത്. തലയിൽ ഇങ്ങനെ കിരീടം ചിരിച്ചു വെച്ചിരിക്കുകയാണ്. കാലെ
ചേർത്ത് വെച്ച് തിയോളജിയന്മാർ നോക്കിയപ്പോൾ ദൈവശാസ്ത്രപരമായി അന്നത്തെ കുരിശ് ഇതല്ല, കുരിശ് ഇതാണ്. അപ്പം ദർശനം തെറ്റിയില്ലേ? കയ്യിൽ ആണിയടിച്ചിരിക്കുന്നത് ഇവിടെയല്ല, ആണിയടിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം ദർശനം തെറ്റിയില്ലേ? മുൾക്കിരീടം മുന്നോട്ട് ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്, പുറകോട്ട് മാറ്റിയല്ല വെച്ചിരിക്കുന്നത്. കാരണം പുറകോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുരിശക്കൊള്ളൂ, അപ്പോൾ പിന്നെ ഇരിക്കത്തില്ല. ആമേൻ. പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം കണ്ടത് മുഴുവൻ തെറ്റാണ്. ഇദ്ദേഹം അപ്പം പിശാച്, ഒറിജിനൽ പിശാച് കാണിച്ച ദർശനമാണ്. ഈ പയ്യൻ കുഴഞ്ഞു പോയി. എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു, എൻ്റെ സണ്ണി, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാം. അവൻ ഹൈന്ദവനാ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാൻ മേല. ഞാനിങ്ങനെ കണ്ടുപോയി, ഞാൻ കണ്ടത് ഇനി പിശാച് കാണിച്ചതാണോ, അയ്യോ തെറ്റാണോ? അപ്പം ഞാനങ്ങ് തിരിച്ച് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. എങ്ങോട്ടെ? പഴയ മതത്തിലോട്ട്. അത് കണ്ടുകൊണ്ടാവും വിശ്വാസത്തിൽ വന്നത്. അവൻ ചോദിക്കുക, ഇത് തെറ്റാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇതിൻ്റെ പുറകെ പോകുന്നത്? ഒറിജിനൽ കാണിക്കുമ്പോൾ വന്നാൽ മതിയല്ലോ, ഞാനങ്ങ് പോയേക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, നീ അത് കേട്ടൊന്നും ഭാരപ്പെടണ്ട. എനിക്ക് ഒത്തിരി തിയോളജി എന്നപ്പോൾ ഞങ്ങളൊന്നിച്ച് പഠിക്കുകയല്ലേ, പറയാൻ എനിക്കറിയാൻ മേല. ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, നിന്നെ ഇങ്ങനത്തെ കുരിശാണ് കാണിച്ചെങ്കിൽ ഇതിനേക്കാൾ കടുംവട്ട എന്നെ കാണിച്ചിരിക്കുന്നത്. അത് കണ്ടാൽ ഞാൻ നിൽക്കുന്നത്. വേദപുസ്തകം പല പ്രാവശ്യം വിമർശിക്കാൻ വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതിനകത്തൊന്നും കാണാത്ത സാധനം എന്നെ കാണിച്ചിരിക്കുന്നത്. അത് എന്നിട്ട് ഞാൻ നിൽക്കുകയല്ലേ. ഇതെല്ലാത്തിൻ്റെ ഉത്തരം നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അവർ പോകാൻ പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ആ മനുഷ്യൻ ഇപ്പോഴും വിശ്വാസത്തിലും ദൈവകൃപയിലും നിൽക്കുന്നു. വേദപുസ്തകം പഠിച്ച കാലങ്ങൾ കഴിഞ്ഞ് ഒരു 100-200 പുസ്തകം ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ചെറുപ്പക്കാരൻ കണ്ട ദർശനം ഒറിജിനലാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ കണ്ട വസ്തുതാപരമായ കാര്യങ്ങളെല്ലാം ശരിയായതുകൊണ്ടല്ല. യേശുവിൻ്റെ ഇവിടെയാണോ ആണിയടിച്ചത് കൊണ്ടല്ല, അല്ലെ കുരിശ് ഇങ്ങനെയുള്ളതാണോ ഇങ്ങനെയാണോന്നുകൊണ്ടല്ല. അവൻ്റെ മനസ്സിനകത്ത് യേശുവിനെക്കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വെളിപ്പെട്ടത് ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡൻറ്റിറ്റി മാർക്ക് മാത്രമായിരുന്നു ദർശനം. അല്ലാതെ അവൻ്റെ മുഴുവൻ ജീവിതത്തെയും കൊണ്ടുപോകുവാനുള്ള തെളിവുകളുടെ ഭണ്ഡാരമായിരുന്നില്ല. മനസ്സിലായോ? മുഴുവൻ സയൻറ്റിഫിക് ട്രൂത്തും പ്രൂവ് ചെയ്യാനുള്ളൊരു മേഖലയായിരുന്നില്ല അത്. ഇതാരാണെന്ന് യേശുവിന് വെളിപ്പെടുത്തുവാൻ അവൻ്റെ ഉള്ളിനകത്ത് കിടക്കുന്ന ചില ചിത്രങ്ങൾ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. വേറെ അതിനപ്പുറം അർത്ഥമൊന്നുമില്ല. ഒരുപക്ഷെ ഇന്നവൻ തിയോളജി പഠിച്ച നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ദർശനത്തെ അവൻ തന്നെ തീർത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ വിശ്വാസത്തിൽ ഇന്നും ആൾ നിൽപ്പുണ്ട്. ആമേൻ. ദൈവസാന്നിധ്യം ചോദിച്ചാൽ ദൈവസാന്നിധ്യം തരും. ദർശനം ചോദിച്ചാൽ ദൈവം ദർശനം തരും. ആമേൻ. ദൈവം നമ്മെ തുടരണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ തൊടും. ദൈവത്തിന് നമ്മളെ പിടിച്ചു നിർത്താൻ ആഗ്രഹമുണ്ട്. നമ്മളെ കൃപയിൽ പിടിച്ചു നിർത്താൻ ദൈവത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് സൂപ്പർനാച്ചുറലായ, പ്രകൃത്യാതീതമായ ദൈവിക ഇടപെടലുകളുടെ തലങ്ങൾ ചോദിച്ചുകൊള്ളൂ, ദൈവം അത് തരും. ആമേൻ. അതിനാരുടെയും തിയോളജിക്കൽ ഇവാലുവേഷനുകൾ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളൊന്നും ദൈവം കാര്യമായിട്ട് എടുക്കാൻ പോകുന്നില്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് എന്നെ വ്യക്തിപരമായി വേണം. അതിനുശേഷം സുബോധം ഉറച്ചിട്ട് നമ്മൾ 4 പുസ്തകം വായിച്ചിട്ട് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞോ, ദൈവത്തിന് വിരോധവുമില്ല. പക്ഷെ ഒന്നാമത്തെ കാര്യം, നമ്മെ പിടിച്ചു നിർത്തുക എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ദൈവം നമുക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നവർ ഇടപെടാൻ തയ്യാറാണ്. സാന്നിധ്യം തരാൻ തയ്യാറാണ്. നമ്മെ സ്പർശിക്കും, ദൈവം നമ്മെ തൊടും, നമുക്ക് വേണ്ട ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വെളിപ്പാടുകളെ തരും, നമുക്ക് ദർശനങ്ങളെ തരും, നമുക്ക് കാഴ്ചപ്പാടുകളെ തരും. ദൈവം നമുക്ക് തന്ന് നമ്മളെ പിടിച്ചു നിർത്തും. ഒരു സ്തോത്രം കൊടുക്കാമോ കർത്താവിനെ? അതൊന്ന് ആഗ്രഹിച്ചേ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആഴമായിട്ട് ആഗ്രഹിച്ചേ. എനിക്ക് ചില ദൈവിക ഇടപെടലുകൾ വേണം, സ്വർഗീയമായ ചില ഇടപെടലുകൾ വേണം. എൻ്റെ ഉള്ളത്തെ ഉണർത്തുന്ന പ്രസംഗങ്ങൾ മാത്രമല്ല കർത്താവേ, എൻ്റെ ശരീരത്തെ എനിക്ക് അനുഭവവേദ്യമാക്കത്തക്കവണ്ണം തൊടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും എനിക്ക് വേണം. ദൈവം അത് തരുവാൻ തയ്യാറാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത് എന്തൊരു രസകരമായ അവസ്ഥയാണെന്നറിയാമോ? കർത്താവിനോടുകൂടെ നടക്കാൻ പറ്റുക, കർത്താവിനോടുകൂടെ ജീവിക്കാൻ പറ്റുക, യേശുവിൻ്റെ കൈ പിടിച്ച് നടക്കുക എന്ന് പറയുന്നത് നമ്മളെ ത്രസിപ്പിക്കും. യേശുവിൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു എൻജോയ്മെൻ്റ് ഉണ്ടാകും. സ്പിരിച്വൽ ലൈഫ്, ആത്മീക ജീവിതം എൻജോയ് ചെയ്യുന്ന അപ്പോഴാണ്. അല്ലാത്തപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഉന്തിയും തള്ളിയും ഒരു ജീവിതം നയിക്കത്തേ ഉള്ളൂ. വിഷമിച്ച് പണ്ട് ഒരപ്പച്ചൻ പറഞ്ഞ പോലെ, കാളവണ്ടിയുടെ ചക്രം ചതുരമായാൽ കാള എന്ത് ചെയ്യും എന്ന് ചോദിച്ചതുപോലെ അനേകർ ക്രിസ്തീയ ജീവിതം. കാളവണ്ടിയുടെ ചക്രം ചതുരമായാൽ കാള എന്ത് ചെയ്യും? വലിച്ച് മടുക്കുന്നത് പോലെ അനേകരൊന്ന് പ്രാർത്ഥിച്ച് ഒരു 15 മിനിറ്റ് പ്രാർത്ഥിച്ച് തീർക്കാൻ എന്തൊരു പാടാ എന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പ്രസംഗത്തിന് മുമ്പ് ഇരിക്കാൻ എന്തൊരു പാടാ.
ഒരു ഉപവാസ പ്രാർത്ഥന 3 ദിവസത്തേക്ക് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥന ഒന്ന് കഴിച്ച് തീർക്കാൻ എന്തൊരു പാടാ. കാളവണ്ടിയുടെ ചക്രം ചതുരമായാൽ കാള വലിക്കുന്നത് പോലെ പെട്ടെന്ന് വലിക്കുക ക്രിസ്തീയത. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അവർ ജീവിതം എൻജോയ് ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ആ ക്രിസ്തീയ പ്രാർത്ഥിക്കാനിരുന്ന, ഞാൻ എൻ്റെ ഭാര്യയിൽ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാനും ഞങ്ങളിവിടെ യാത്ര പോകാനിരിക്കുന്നതിനും ഒക്കെ പോകുന്ന സമയത്തൊക്കെ പറയുന്നത് പ്രാർത്ഥിക്കുക. പുള്ളിക്കാരത്തി പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി മുട്ടുകുത്തും പ്രാർത്ഥിക്കാനിരിക്കും. ഞാനാണ് ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുക. പുള്ളിക്കാരത്തിൻ്റെ പ്രാർത്ഥന എങ്ങും എത്തിയിട്ടില്ല അന്നേരം വരെ. പ്രാർത്ഥിക്കാൻ കൊണ്ട് ഇരുന്നാൽ മതി. ആളെ ഒഴുക്ക് വെള്ളത്തിനകത്ത് വീണതുപോലാണ് അങ്ങ് ഒഴുകി അങ്ങ് പോകും. ആമേൻ. ആ വിഷയം എടുത്ത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും പേരുടെ മുഖം പറഞ്ഞുകൊണ്ട് പേര് കേട്ട പേര് പറഞ്ഞ് ഇങ്ങ് പ്രാർത്ഥന അങ്ങ് പോവുകയാണ്. അത് എവിടെയൊക്കെയാണ് പോകണമെന്ന് അറിയാമല്ലോ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോരാട്ടത്തെ ശാസിച്ച് ബന്ധനം അഴിച്ച് അവരുടെ വീട്ടിലെ വിഷയം, അവരുടെ നാട്ടിലെ വിഷയം, ഇങ്ങനെ. ഇപ്പം ഞാനിത് കുറേ നേരമൊക്കെ കേട്ടോണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും. പക്ഷേ പുള്ളിക്കാരത്തി ഇങ്ങനെ പോകും പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കും, എൻ്റെ സഹോദരി, ഈ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? പുള്ളിക്കാരത്തി പറഞ്ഞാൽ പ്രാർത്ഥിക്കാതിരുന്നാൽ പിന്നെ അങ്ങനെ വേണ്ടേ പ്രാർത്ഥിക്കാൻ? അല്ലാത്ത പ്രാർത്ഥന അറിയാൻ മേല. ആകപ്പാടെ പുള്ളിക്കാരത്തിക്ക് അറിയാവുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ 916 എന്ന് എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ മാറ്റ് കുറഞ്ഞ പ്രാർത്ഥന പുള്ളിക്കാരത്തിക്ക് അറിയാൻ മേല. പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് എടുത്താൽ വിഷയങ്ങളും എടുത്ത് അങ്ങോട്ട് പിടിച്ച്, അത് വീട്ടിലെ കാര്യമാണ്, അല്ലാതെ പുറത്തു പോയേക്കൊന്നും പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ അങ്ങോട്ട് പിടിച്ച് പൊരുതി പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത്, പ്രാർത്ഥനയ്ക്കകത്തേക്ക് വീഴുന്നയാളെ പരിശുദ്ധാത്മാവ് അങ്ങ് കൊണ്ടുപോവുക, പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. അരമണിക്കൂർ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ടപ്പെന്ന് കഴിഞ്ഞ പോലെ പുള്ളിക്കാരത്തേക്ക് ടപ്പ് തീർന്നു. അരമണിക്കൂർ തുടങ്ങുന്നറിയാം, തീർക്കുന്നറിയാം. അരമണിക്കൂർ അങ്ങ് പോകും, 1 മണിക്കൂർ അങ്ങ് പോകും, 2 മണിക്കൂർ അങ്ങ് പോകും. അമ്മേ, ഞാൻ ഞങ്ങളുടെ പ്രാർത്ഥനക്കാരെ വേറെ കണ്ടിട്ടുണ്ട്. എൻ്റെ ആത്മീകമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു, അച്ചൻകുഞ്ഞെന്ന പേര്. അച്ചൻകുഞ്ഞെന്ന് പറയുന്ന ഒരു ദൈവദാസൻ. ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോയിരിക്കും. രാത്രിയിലാണ്, രാത്രി പ്രാർത്ഥിക്കാൻ പോയിരിക്കും. അവിടെ ഒരു വലിയ പുളിമരമുണ്ട്, പുളിമരത്തിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നയാളാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. എന്നോട് പറയും, സ്വർഗ്ഗസ്ഥ പിതാവേ എന്ന് വിളിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. എനിക്ക് ഈ ആദ്യത്തെ 2 കാര്യം മനസ്സിലായി, പിന്നെ പറഞ്ഞ് മനസ്സിലായി. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ മനസ്സിലായില്ല. പരിശുദ്ധാത്മാവ് നമുക്കറിയാൻ എന്താണെന്നറിയാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ ശ്രമിക്കുന്നവരുടെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞാൻ അച്ചൻകുഞ്ഞിനെ നോക്കി, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും. പിന്നെ അവിടെ ഒരു ചാക്ക് വിരിച്ചാൽ കിടക്കാൻ, ചാക്ക ഞാൻ കിടന്ന് ഉറങ്ങും. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അച്ചൻകുഞ്ഞ് പ്രാർത്ഥനയാണ്. ഞാൻ ഇടയ്ക്ക് ഉണരുമ്പോൾ അച്ചൻകുഞ്ഞ് പ്രാർത്ഥനയാണ്. ഞാൻ ഉണർന്ന് കഴിയുമ്പോൾ അച്ചൻകുഞ്ഞ് പ്രാർത്ഥനയാണ്. ഞാൻ പോയി മുഖം കഴുകി കാപ്പിയും കുടിച്ച് തിരിച്ചു വരുമ്പോൾ അച്ചൻകുഞ്ഞ് പ്രാർത്ഥനയാണ്. ഞാൻ വിളിക്കും, സഹോദര ക്ലാസ്സിൽ പോകണം, നിങ്ങളിന്ന് പ്രാർത്ഥന നിർത്തേ. അപ്പോൾ അയ്യോ, 1/2 മണിക്കൂറായോ? 1/2 ദിവസം കഴിഞ്ഞു, അറിയത്തില്ല. പ്രാർത്ഥനയിലങ്ങ് പോവുക. നമ്മൾ ഈ തെന്നി വീണിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? തെന്നി വീഴുന്നവർക്ക് ദൂരം അറിയാൻ പറ്റത്തില്ല. ടക്കുന്ന സമയം സ്ഥലം എന്ന് പറയുന്നത് പോലെ ആ പ്രാർത്ഥനയുടെ ആത്മാവിനകത്ത് വീണ് കഴിഞ്ഞാൽ അങ്ങ് പോവുക. ദൈവ സാന്നിധ്യത്തിൽ അറിയാൻ പറ്റൂ. സ്വതന്ത്രം കൊടുക്കാമോ? നമുക്കത് ആഗ്രഹിക്കാം. ദൈവ സാന്നിധ്യത്തിൻ്റെ ആ പ്രാർത്ഥനയ്ക്കകത്ത് സമയത്തിന്, സ്ഥലത്തിന്, കാലത്തിന് അതിരില്ല. ആമേൻ. അതിനെ ചാടിക്കടക്കുന്ന വിധത്തിലുള്ള ആത്മാവിൻ്റെ ആ ശക്തിയേറിയ പുഷിങ്, ആ തള്ളലിനകത്ത് നമ്മളെല്ലാത്തിനെയും മറന്നു കളയും. ഇതാണ് നമുക്ക് ആവശ്യം. അമേൻ. ഞാൻ ആ വാക്കുകൾ പറഞ്ഞ് വേഗത്തിൽ അങ്ങ് അവസാനിപ്പിക്കാം. അമേൻ. നമ്മൾ പറഞ്ഞത് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. വചനത്തിനകത്ത് എന്തുണ്ട്? ശക്തിയുണ്ട്. വചനത്തിനകത്ത് ശക്തിയുണ്ട്. വചനത്തിനകത്ത് ക്രിയാത്മക ശക്തിയുണ്ട്. സൃഷ്ടിപ്പിൻ്റെ ശക്തിയുണ്ട്. വചനം വിശ്വസിക്കുന്ന വചനം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തീർച്ചയായും പറഞ്ഞു കാണും. വചനം, വിശ്വാസം, പരിശുദ്ധാത്മാവ്. അതാ ഓർഡർ. എങ്ങനെയാണ്? വചനം, രണ്ടാമത്തത് വിശ്വാസം, മൂന്നാമത്തത് പരിശുദ്ധാത്മാവ്. ഇങ്ങനെ കാത്തിരിക്കുക. ദേവദാസോടൊരു വാക്ക് ഓർപ്പിച്ചത് എൻ്റെ ഓർമ്മ അല്ല, ഇന്ന് രാവിലെ ഞാനൊരു മെസ്സേജ് കേട്ടു. ആ മെസ്സേജിനകത്താ അമേൻ, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം ഇങ്ങനെ ജാഗരൂകനായിരിക്കുന്നു. അവർ ജാഗരൂകനായിരിക്കുന്നു. സ്തോത്രം. ദൈവം ദത്തശ്രദ്ധയോടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അമേൻ, കാത്തിരിക്കുക. നമ്മൾ വാക്യോട്ടല്ലോ, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എമ്പാടും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിങ്ങനെ നോക്കിയിരിക്കുക. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചെവി
അവൻ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനാ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. കേൾക്കുമ്പോൾ അവനൊരു കാര്യം കാണുന്നു. അവൻ പറയുന്ന വചനം വിശ്വാസമായി പരിണമിക്കുന്നത് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് ചാടി വീഴുക. വചനം വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വേഗത്തിൽ അവിടേക്ക് ചാടി വീഴും. വചനം, വിശ്വാസം, പരിശുദ്ധാത്മ. ഇത് വിശ്വസിച്ചുകൊണ്ട് വചനം പ്രസ്താവിച്ചേ, ഇത് വിശ്വസിച്ചുകൊണ്ട് വചനം നാവിലെടുത്തേ. വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ആമേൻ. പിന്നെ അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല. നമ്മുടെ പ്രാർത്ഥനയെ തടയാൻ ദൂതന്മാർക്ക്, പിശാചിൻ്റെ ശക്തികൾക്ക് കഴിയും. നമ്മുടെ പ്രാർത്ഥനയെ തടയാൻ നോക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയെ തടയാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് അന്യഭാഷയിലെ പ്രാർത്ഥന തന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയെ തടയാൻ ലോകത്തിലെ ഏതെല്ലാം ശക്തികൾ ശ്രമിച്ചാലും അവർക്ക് സാധിച്ചെന്ന് വന്നേക്കാം. നമ്മുടെ വാക്കുകൾ എത്ര സാധിച്ചെന്ന് വന്നേക്കാം. അവൻ നമ്മുടെ ശബ്ദബീജികൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ എത്തിച്ച് കാര്യം സാധിപ്പിക്കാൻ തടയാൻ ഏതെല്ലാം ശക്തികൾക്ക് സാധിച്ചാലും പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയെ തടയാൻ സാധിക്കില്ല. കാരണം പരിശുദ്ധാത്മാവിന് തടസ്സമില്ല. അവൻ വചനത്തോടുകൂടി പ്രാർത്ഥനയെ തടയാൻ പറ്റില്ല. കാരണം വചനത്തിന് ബന്ധനമില്ല. വചനം വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. സ്തോത്രം. എന്താണ് ഓർഡർ? വചനം, വിശ്വാസം, പരിശുദ്ധാത്മാവ്. അപ്പോൾ വചനം എങ്ങനെയായിരിക്കണം? അതിനകത്ത് ശക്തിയുണ്ടെന്ന് അറിഞ്ഞു വേണം. വചനത്തിനകത്ത് സൃഷ്ടിപ്പിൻ്റെ ശക്തിയുണ്ട്. നമ്മൾ എടുക്കുന്ന വചനം പ്രവർത്തിക്കും. നമ്മൾ പറയുന്ന വചനം പ്രവർത്തിക്കും. അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത്. ഒരു വാക്യം വേണമെങ്കിൽ ഞാൻ ഓർമ്മയ്ക്ക് പറയാം. നമ്മൾ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് ആണല്ലോ വിശ്വാസത്തിൻ്റെ നിർവചനം പറയുന്നത്. വിശ്വാസത്തിൻ്റെ നിർവചനം അടുത്ത വാക്യം. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ അറിയുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തിന് നിർവചനത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്തിൽ അറിയുന്നു. അപ്പോൾ ഈ കാണുന്ന ലോകം, ഈ കാണുന്ന മണ്ണും മരവും മലയും, ഈ കാണുന്ന ലോകത്തിന് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ, ജന്തുജാലങ്ങൾ എല്ലാറ്റിനും ദൃശ്യമായതല്ല കാരണം, കാണാവുന്നതല്ല അതിൻ്റെ മുഖാന്തിരം എന്ന് വരുമാറ് ഈ കാണുന്നതെല്ലാം ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ കാണുന്ന ലോകം നിർമ്മിക്കപ്പെടുവാൻ കാരണമായത് കാണപ്പെടാവുന്നത് കൊണ്ടല്ലെന്ന് നമ്മൾ വിശ്വാസത്താൽ അറിയുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കാണുന്ന ലോകം മുഴുവൻ നിർമ്മിക്കപ്പെടുവാൻ കാരണമായത് കാണാവുന്ന ഒന്നുകൊണ്ടല്ല, വചനത്താലാണ്. ഈ ബൈബിൾ കൊണ്ടല്ല സൃഷ്ടിച്ചതെന്ന് അറിയാമല്ലോ. ബൈബിൾ നമുക്ക് കാണാം. പക്ഷേ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളുടെ പിന്നിലെ ആത്മാവിനെ നമുക്ക് കാണാൻ വയ്യ. അതിനകത്തുണ്ടായിരുന്ന ഉദ്ദേശത്തെ കാണാൻ പറ്റുകയില്ല. ആമേൻ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കാണാൻ കഴിയാത്ത വചനം പോയാണ് ഈ കാണാവുന്നതെല്ലാം ഉണ്ടാക്കിയത്. എത്ര പേർക്ക് മനസ്സിലായി? ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് അതറിയുന്നത് എങ്ങനെയാ? നാം അറിയുന്നത് വിശ്വാസത്താലാ. ഞാനത് മനസ്സിലാക്കുന്ന വിശ്വാസത്താലാ. അപ്പം ഞാൻ അറിയുന്നു ഈ സകലത്തിൻ്റെയും കാരണക്കാരൻ ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം, കാണാൻ വയ്യാത്ത വചനം പുറപ്പെട്ട സകലതും ഉണ്ടാക്കിയെങ്കിൽ എൻ്റെ കാണാവുന്ന പ്രശ്നത്തെ പരിഹരിക്കാനും ഈ വചനം പുറപ്പെട്ടാൽ മതി. എൻ്റെ കാണാവുന്ന വിഷയങ്ങൾക്ക് പരിഹാരത്തിനും ഈ വചനം പുറപ്പെട്ടാൽ മതി. അതും ഞാൻ വിശ്വാസത്താൽ അറിയുന്നു. അതെൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ എനിക്കുള്ള വിശ്വാസം എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാരണമാകുന്നു. അതിന് വചനം ശക്തിയോടെ പ്രവർത്തിക്കും. ഞാൻ വിശ്വസിക്കുന്ന വചനം ശക്തിയുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയണം. ആ വചനത്തിൻ്റെ ശക്തിയുടെ ഒരു തെളിവാണ് 3-ാമത്തെ വാക്യം. എന്ത്? സകലത്തെയും സൃഷ്ടിക്കാൻ തക്കവണ്ണം പര്യാപ്തമായിരുന്നു വചനം. എങ്കിൽ ഇനിയും എന്തെങ്കിലും ഉണ്ടാക്കപ്പെടണമെങ്കിൽ അതുണ്ടാക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. എൻ്റെ ജീവിതത്തെ ചലിപ്പിക്കാൻ ശക്തിയുള്ള, എൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ശക്തിയുള്ള, എൻ്റെ ജീവിതത്തിൽ പൂരിപ്പിക്കുവാൻ വേണ്ടത് കൊണ്ടെത്തരുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ കയ്യിലുള്ളത്. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഉറപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് അറിയുമോ? വചനത്തിന് ശക്തിയുണ്ടെന്നുള്ള ഉറപ്പാണ്. വചനത്തിന് ശക്തിയുണ്ട്.
നമ്മൾ ഈ എടുത്തിരിക്കുന്ന വചനത്തിന് ഭയങ്കര ശക്തിയാണ്. അതനുഭവിച്ചിട്ടില്ലേ നിങ്ങൾ? ആമേൻ. ഭയങ്കര ശക്തിയാണ് വചനത്തിന്. ഇല്ലെങ്കിൽ അത് ആഗ്രഹിച്ചാൽ മതി. കർത്താവേ, എനിക്കത് അനുഭവിക്കാനൊരു അവസരം തരണമേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പാസ്റ്റർ വായിക്കാൻ പറഞ്ഞപ്പോൾ വായിച്ചപ്പോൾ തെറിച്ചു വീഴുന്നെന്ന് പറഞ്ഞപ്പോൾ കാര്യം മാത്രമല്ല ഈ പറയുന്നത്. അതൊരു സംഭവം ഞാൻ കണ്ടതാണ്. അതിനെക്കുറിച്ചൊന്നും അല്ല ഈ പറയുന്നത്. ഞാൻ പറയുന്നത് അവൻ ഈ ലോകത്തുള്ള സകല ശക്തികൾക്കും മീതെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി തൻ്റെ വചനത്തിലൂടെയാണ് ദൈവം വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നത്. അവൻ ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കാത്ത കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത്. വചനത്തിലൂടെ ദൈവം സാധിക്കുന്നത്. ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തതാണ് സൃഷ്ടിപ്പിക്കുവാൻ ദൈവം തൻ്റെ വചനത്തിലൂടെ അത് ചെയ്യുന്നത്. അവൻ വേണ്ട, അവൻ ഈ ലോകത്തിനൊരു പരിഹാരം വരുത്തുവാൻ, ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത പരിഹാരം വരുത്തുവാൻ ദൈവം ഒരു മാർഗം കണ്ടപ്പോൾ അതിന് വചനത്തെ ജഡം ധരിച്ച് ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. വചനത്തിൻ്റെ ശക്തി, ഹല്ലേലൂയ! അത് ഒരിക്കലും നമ്മുടെ സങ്കല്പത്തിൽ പോലും ഒതുക്കാൻ കഴിയും ല്ല. അത്ര സങ്കല്പത്തിന് അതീതമായ ദൈവശക്തിയ വചനത്തിനകത്ത്. ഇത് വിശ്വസിച്ചോ? ഇത് വിശ്വസിച്ചുകൊണ്ട് വേണം വചനത്തെ കയ്യിലെടുക്കാൻ. ആമേൻ. നമ്മൾ പറഞ്ഞു, നമ്മുടെ വിഷയങ്ങളെ നോക്കി വചനം പറഞ്ഞു, നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി വചനം പറഞ്ഞു. ആമേൻ. അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. നമ്മുടെ അവസ്ഥകളെ നോക്കി വചനം പറഞ്ഞു. നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന പൈശാചിക വെല്ലുവിളികളെ നോക്കിക്കൊണ്ട് വചനം പറഞ്ഞു. പോരാട്ടങ്ങൾ, നിരാശയെ നോക്കി വചനം പറ. നമ്മെ തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ വചനം പറ. നമ്മോട് തന്നെ നമ്മൾ വചനം പറ. നമ്മോട് തന്നെ നമ്മൾ പ്രവചിക്കണം. നമ്മെ തന്നെ നമ്മൾ എൻകറേജ് ചെയ്യണം. നമ്മെ തന്നെ നമ്മൾ ശക്തീകരിക്കണം. നമ്മെ തന്നെ നമ്മൾ പ്രബോധിപ്പിക്കണം. നമ്മുടെ സാഹചര്യങ്ങളോട് നമ്മൾ സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ആമേൻ നമ്മുടെ മുമ്പിലെ ദുർഘടങ്ങളെ എതിരിടണം. അവയൊക്കെ നമ്മുടെ മുമ്പിൽ താളടിയായി പോകും, തകർന്നു പോകും. വചനത്തിന് ക്രിയാത്മക ശക്തിയുണ്ട്. വചനം പ്രവർത്തിക്കുവാൻ നമ്മൾ വചനം വിശ്വസിക്കുക മാത്രമേ വേണ്ടൂ. സ്തോത്രം. യേശുവിനെ ഇങ്ങനെ വാക്യോടെ റോമാലേഖനത്തിൽ യേശുവിനെ ഉയർത്തണമെന്ന് വെച്ച് ഇറക്കണമെന്ന് വെച്ചാൽ സ്വർഗത്തിൽ കയറുമെന്നോ, യേശുവിനെ കയറ്റണമെന്ന് വെച്ച് വിചാരിച്ചാൽ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. നമ്മൾ പോലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ, ആകാശം ചായ്ച്ച് ഇറങ്ങി വന്ന് എൻ്റെ പ്രശ്നങ്ങളാകുന്ന പർവ്വതങ്ങളെ, മലകളെ തൊട്ട് ഒന്ന് സമഭൂമിയാക്കണമേ. എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ഇടപെടണമേ. കർത്താവ് ഒന്ന് ഇറങ്ങി വരണമേ. കർത്താവെ ഒന്ന് തൊടണമേ. അമേൻ. എന്നാൽ പൗലോസ് പറയുന്നത് അറിയാമോ? അമേൻ. യേശുവിനെ ഇറക്കണമെന്ന് വെച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, യേശുവിനെ കയറ്റണമെന്ന് വെച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ എന്ന് വിചാരിച്ച് നിന്റെ ഹൃദയത്തിൽ പോലും പറയരുത്. വചനം നിനക്ക് സമീപമായി നിന്റെ നാവിലിരിക്കുകയാണ്. വചനം സമീപമായി, വചനം നിന്റെ ആധരത്തിലുണ്ടെങ്കിൽ, വചനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ വചനം പറഞ്ഞാൽ മതി. യേശു ഇറങ്ങി വന്ന് ചെയ്യുന്ന കാര്യം ആ വചനം ഇപ്പോൾ ചെയ്യുവാൻ ശക്തമാണ്. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. ഒരു ക്രിസ്ത്യാനിയുടെ ദൈവപൈതലെ ധൈര്യമത. നമ്മൾ വെറുതെ ഊഹാപോഹങ്ങളിൽ ജീവിക്കുന്നവരല്ല, കെട്ടുകഥകളെ തപ്പിത്തേടി നടക്കുന്നവരല്ല, സങ്കല്പലോകത്ത് നിൽക്കുന്നവരല്ല. ആധികാരികമായി വിശ്വസിക്കുവാൻ ദൈവം തൻ്റെ ചിന്തകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ആശയങ്ങൾ, ദൈവത്തിൻ്റെ സ്വന്തം ആലോചനകൾ, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ മാത്രം കാണുവാൻ സാധ്യതയുള്ള നിധി നിക്ഷേപങ്ങളാണ് ദൈവം തൻ്റെ മക്കൾക്ക് തന്നിരിക്കുന്നത്. ഇത് വേറെങ്ങും കിട്ടത്തില്ല. ഹല്ലേലൂയ! വിജയം നമുക്ക് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശ, പിന്നെ നിങ്ങളുടെ സുവിശേഷം, നിങ്ങൾക്ക് ലഭിച്ച സുവിശേഷം ശക്തിയോടെ, പിന്നെ പരിശുദ്ധാത്മാവോടെ, ബഹുനിശ്ചയത്തോടെ. വചനം എങ്ങനെയായിരിക്കണം? ശക്തിയോടെ. അത് നമുക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവോടെ ആയിരിക്കണം. അത് ഞാൻ വിശദീകരിക്കാൻ കൂടുതൽ സമയം വേണ്ടിയതായതുകൊണ്ട് ബഹുനിശ്ചയത്തോടെ നമ്മൾ പറയുന്ന വചനം, നമ്മൾ വിശ്വസിക്കുന്ന വചനം, അത് നമുക്ക് നിശ്ചയത്തോടെ മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ വചനം പഠിക്കുകയുള്ളൂ മാർഗം. വചനം പഠിക്കണം. വേദപുസ്തക വചനം പഠിക്കണം. വചനം പഠിക്കുന്ന ഇണവചനങ്ങൾ ചേർത്താണ്, ഇണ ആശയങ്ങൾ ചേർത്താണ്, അതിനെ കണക്ട് ചെയ്താണ് പഠിക്കുന്നത്. ആമേൻ. നമുക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ തിരുവചനത്തിൻ്റെ ഏതെങ്കിലും കാര്യം, നിശ്ചയമില്ലാത്ത കാര്യം പറയാൻ പോകല്ലേ. പഠിച്ചിട്ടത് പറയാവൂ. ഞാൻ ആ ഭാഗം വിട്ടേക്കാം. മികനിശ്ചയത്തോടെയായിരിക്കും നിങ്ങളുടെ അടുക്കൽ വന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും മാതൃകാപൂർവമായി തീരുവാനും അവർക്ക് പ്രതിസന്ധികൾ ജയിപ്പാനും സാധിച്ചത്. 6-ാം വാക്യം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ആമേൻ. ഞങ്ങൾക്കും കർത്താവിനും മക്കദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്കെല്ലാം ആമേൻ. ആ സഭയൊരു മാതൃകാ സഭയായിരുന്നു. വചനം വിശ്വസിക്കുന്നവരുടെ നടുവിൽ മാതൃകയുള്ള സഭയായിട്ട് അവർ മാറി. 4 പേരിന് സഭയെക്കുറിച്ച് പറയേണ്ടത് അങ്ങനെയാണ്. ആമേൻ. എന്താ പറയേണ്ടത്? ആമേൻ. ആ സഭ ഒരു മാതൃകാ സഭയാണ്. ആ സഭ പ്രതിസന്ധികൾ ഇളകാത്ത സഭയാണ്. പോരാട്ടങ്ങൾ ദൈവമക്കളെ, ഇപ്പോൾ ഇതിനകത്ത് നിറച്ച ആളില്ല.
അവൻ നിറച്ച ആൾ വേണമെന്നില്ല ഈ സഭ നിറയ്ക്കാൻ. ഈ സഭ നിറയ്ക്കാനോ സുവിശേഷം പുതുപ്പള്ളിയിലും ഇതിൻ്റെ 5-8 കിലോമീറ്റർ ചുറ്റളവിലും എത്തിക്കുവാൻ, അല്ലെങ്കിൽ ആത്മാക്കളെ വിടുതലേക്ക് കൊണ്ടുവരുവാൻ ഇപ്പം നിറഞ്ഞിരിക്കുന്ന ഒരു ജനക്കൂട്ടമൊന്നും വേണ്ട. എങ്ങനെയുള്ളവർ മതിയെന്നറിയാമോ? അവൻ ദൈവവചനത്തെ അതുള്ളതുപോലെ സ്വീകരിക്കുന്ന ഒരു മാതൃകാ കൂട്ടം മതി. അവൻ ദൈവം അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കൊള്ളാം, നിൻ്റെ വിശ്വാസം കൊള്ളാം, നിൻ്റെ പ്രാർത്ഥന കൊള്ളാം, നിൻ്റെ ആരാധന കൊള്ളാം, നിൻ്റെ ഭക്തി കൊള്ളാം എന്ന് ദൈവവചനത്തിൽ എവിടെ നമുക്ക് കാണാൻ കർത്താവ് അഭിനന്ദിക്കുന്ന കർത്താവാണ്. മകളെ, നിൻ്റെ വിശ്വാസം വലിയതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? നിൻ്റെ വിശ്വാസം വലിയതെന്ന് വേറൊരാൾ പലരോട് പറഞ്ഞിട്ടില്ലേ? കർത്താവ് വിശ്വാസത്തിൻ്റെ വലിപ്പം നോക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധനയിലും വിശ്വാസത്തോടെ നിൽക്കുന്നവരുടെ വിശ്വാസത്തിൻ്റെ വലിപ്പമാണ്. അതിൻ്റെ വിശ്വാസമാണ് വലുത്. വിശ്വാസത്തിൻ്റെ പരിശോധനയിലും വിശ്വാസത്തോടെ നിൽക്കുന്നവരുടെ വിശ്വാസമാണ് വലിയ വിശ്വാസം. ഒറ്റ പ്രാർത്ഥനയിൽ അത്ഭുതം നടന്നവരുടെ വിശ്വാസമല്ല വലിയ വിശ്വാസം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അന്നേരം മുഴുവൻ കെട്ടും പൊട്ടി. എന്തൊരു വിശ്വാസ പ്രാർത്ഥന പാസ്റ്ററുടെ അല്ല. അത് അഭിഷേകത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. സ്തോത്രം. എന്നാൽ വിശ്വാസത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 1 പ്രാർത്ഥിച്ചു കിട്ടിയില്ല, 2 പ്രാർത്ഥിച്ചു കിട്ടിയില്ല, 4 പ്രാർത്ഥിച്ചു കിട്ടിയില്ല, എന്നിട്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാരൻ വിശ്വാസം വലിയ വിശ്വാസം. മനസ്സിലായോ? 2 പോസിച്ചിട്ടും കിട്ടിയില്ല, 4 പോസിറ്റും കിട്ടിയില്ല, എന്നിട്ടും എല്ലാവരും ഇനി പ്രാർത്ഥിക്കലടാ വിട്ടേക്കാൻ പറഞ്ഞു, എന്നിട്ടും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ടോ? എന്നിട്ടും വിശ്വസിക്കുന്ന വിശ്വാസമുണ്ടോ? ആ വിശ്വാസം വലിയ വിശ്വാസം. അങ്ങനെ സുറവൈക്കക്കാരി സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ യേശു അവളുടെ പ്രാർത്ഥന കേട്ടില്ല. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുന്ന വിഹിതമല്ലെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്തിട്ട് വന്നിട്ട് പോലും കർത്താവ് മൈൻഡ് ചെയ്തില്ല. എന്നിട്ടും അവൾ പ്രാർത്ഥിച്ചു. അവൾ നോക്കിക്കൊണ്ട കർത്താവ് പറഞ്ഞ സ്ത്രീ, നിൻ്റെ വിശ്വാസം വലിയ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസത്തെ അളക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെയും പിടിച്ചു നിൽക്കുമോ? പിന്നെയും പ്രാർത്ഥിക്കുമോ? ഇത് 1 പ്രാർത്ഥിച്ചു 2 പ്രാർത്ഥിച്ചു കിട്ടിയില്ലെങ്കിൽ അന്നേരം വേദവസം താഴെ വെക്കാൻ നോക്കിയിരിക്കുന്നവരാ പല വിശ്വാസികളും. പലപ്പോഴും അങ്ങനെയല്ലേ, പാസ്റ്റർ അങ്ങനെ വീട്ടിൽ കൂടെ വന്നു, ഞങ്ങളുടെ വീട്ടിൽ കൂടെ കയറിയില്ലെന്ന് പറഞ്ഞ് സഭ കയറാത്ത എത്ര വിശ്വാസികളെന്നറിയാമോ? പാസ്റ്റർ അങ്ങനെ വീട്ടിൽ വന്നു, ആ വീട്ടിൽ വന്ന് അവർക്ക് കൗൺസിലിംഗ് പ്രാർത്ഥന നടത്താൻ വേണ്ടി വന്നതാണ്. ആ വീട്ടിൽ നിന്ന് പിന്നെ ഈ വീട്ടിലൂടെ കയറി കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇവിടെ കൗൺസിലിംഗ് നടത്തിയ കാര്യമില്ല, ഇവിടെ പറയുമല്ലോ എന്ന് വിചാരിച്ച് ആണ് പാസ്റ്റർ അവിടെ കയറാൻ അങ്ങ് പോയത്. എന്നാൽ ഈ വീട്ടുകാർ അതിൻ്റെ പേര് എന്നെ പറഞ്ഞെന്നറിയാമോ? ഞങ്ങളുടെ വീട്ടിൽ കയറിയില്ലെന്ന് പറഞ്ഞ് ഞങ്ങളിനി വരുന്നില്ലെന്ന് പറയും. അത്രയൊക്കെ ഉള്ളൂ നമ്മളെ. ആമേൻ. കർത്താവ് നമ്മളെ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 4 പ്രാവശ്യം പാസ്റ്ററിലെ പോയിട്ട് നിൻ്റെ വീട്ടിൽ കയറിയില്ലെങ്കിലും നീ നിൻ്റെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും സഭയോടെ ലോയൽറ്റിയിലും നിൽക്കാൻ തയ്യാറായെങ്കിൽ നിന്നെ അഭിനന്ദിക്കണമല്ലോ. അതാ കർത്താവ് നോക്കുന്നത്. ആമേൻ. കർത്താവിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. കർത്താവിൻ്റെ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കർത്താവ് അങ്ങനെ കാര്യങ്ങളെ കാണുന്നത്. 1 പ്രാർത്ഥിച്ച് കിട്ടിയില്ല, 4 പ്രാർത്ഥിച്ച് കിട്ടിയില്ല, 10 പ്രാർത്ഥിച്ച് കിട്ടിയില്ല, പിന്നെ താഴ്ത്തിക്കളഞ്ഞിട്ടും കിട്ടിയില്ല, എന്നിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടോ? അവനെ ഒന്ന് അഭിനന്ദിച്ചിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ കർത്താവ് അഭിനന്ദിക്കുന്നത്. പിടിച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയ കർത്താവ് നോക്കി. പിശാചിനും പേടി ആരെയാണെന്നറിയാമോ? പിടിച്ചു നിൽക്കുന്ന വിശ്വാസിയാ. പോരാട്ടങ്ങൾ പിടിച്ചു നിൽക്കുന്ന, പ്രതിസന്ധികൾ പിടിച്ചു നിൽക്കുന്ന, ഇല്ലായ്മകളിലും പിടിച്ചു നിൽക്കുന്ന, എല്ലാ ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പിടിച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലുണ്ടോ? അവനെ പിശാചിന് പേടിയാ. അവനൊരുപക്ഷെ ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവനോ ദീർഘനാളുകൾ ഉപവസിക്കുന്നവനോ ഒന്നും ആയിരിക്കുകയില്ല. പക്ഷേ അവൻ്റെ അകത്തൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കും, യേശുവിന് വേണ്ടി നിൽക്കുമെന്ന ഉറപ്പ് അകത്തുള്ളവനെ ആമേൻ കണ്ടാൽ ഭയപ്പെടാത്ത ഒരു ദുഷ്ടശക്തിയും ലോകത്തില്ല. ആമേൻ. എത്ര പേർക്ക് ഇന്ന് ദൈവവചനം സംസാരിക്കുമ്പോൾ അതിനകത്തു നിന്നുള്ള അതിൻ്റെ അകത്തുള്ള ആ വസ്തുതകൾ മനസ്സിലാക്കുന്നു. നമ്മെ ഒരു മാതൃകാ കൂട്ടമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് കർത്താവ് നമ്മിൽ പരിധി അന്വേഷിക്കുന്ന ചില ആത്മീക സൽഗുണങ്ങളുണ്ട്. നമ്മളിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിൽ ഓരോരുത്തരും വ്യക്തിപരമായും കൂട്ടമായും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവൻ ദൈവത്തിൽ നമ്മളെ അഭിനന്ദിക്കാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, ദൈവത്തെ നമുക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കുറിച്ച് റെക്കമെൻഡ് ചെയ്യാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. പൊക്കോ, അവൻ്റെ അടുക്ക പൊക്കോ, അവിടെ അടുക്ക പൊക്കോ, പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലാന്ന് പറയാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് മുമ്പ് കർത്താവ് നമ്മളെ നോക്കും. ആമേൻ. നമ്മുടെ പ്രതിസന്ധികൾ നമ്മളെങ്ങനെ കണ്ടു, നമ്മുടെ പോരാട്ടങ്ങൾ നമ്മളെങ്ങനെ കണ്ടു, ആമേൻ, നമ്മുടെ നിന്ദകൾ നമ്മളെങ്ങനെ അഭിമുഖീകരിച്ചു. ആമേൻ. തെസ്സലോനിക്കർ അഭിമുഖീകരിച്ച ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ ആമേൻ അവർക്ക് അഭിമുഖീകരിച്ച പോലെ നമ്മൾ അഭിമുഖീകരിച്ചോ, അതിനെ നേരിടാൻ തയ്യാറായോ എങ്കിൽ നമ്മളെക്കുറിച്ചും കർത്താവ് റെക്കമെൻഡ് ചെയ്യും. ഹല്ലേലൂയ. ഒരു സ്തോത്രം കൊടുക്കാമോ കർത്താവിനെ? ആമേൻ. നമ്മളെ കർത്താവ് നോക്കുന്നുണ്ട്. യേശുവിൻ്റെ പ്രത്യേകത ഏതാ? കർത്താവ് നമ്മളെ സദാ നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവാണ്. നമുക്കറിയാമല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സ്ഥലത്ത് അവൻ താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ മുന്നമേ അറിഞ്ഞിരുന്നു എന്ന് അവിടെ എഴുതി വെച്ച്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു, താൻ എന്ത് ചെയ്യാൻ പോകുന്നു യേശുവിന് അറിയാം. പക്ഷേ ഇതവരെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്.
നമുക്കുണ്ടാകുന്ന പരിശോധനകൾ, നമുക്കുണ്ടാകുന്ന വെല്ലുവിളികൾ എന്തിനാണെന്നറിയാമോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പിടിച്ചു നിൽക്കുമോ? ആമേൻ. അതോ ഇത് താൽക്കാലികമായ ഒരു ആത്മീക നിലനിൽപ്പിന് വേണ്ടി, താൽക്കാലികമായ ജീവിതത്തിൽ നിലനിൽപ്പിന് വേണ്ടി സ്വീകരിച്ചൊരു മാർഗം മാത്രമാണോ? അതോ കുറ്റബോധത്തിൻ്റെ മനസാക്ഷിയാൽ നിർബന്ധിക്കപ്പെട്ടുണ്ടാക്കുന്ന ആത്മീക പ്രകടനങ്ങൾ മാത്രമാണോ? ആമേൻ. അതോ മതപരമായ ഒരു ചടങ്ങ് മാത്രമാണോ? അതോ ഉള്ളിൻ്റെ അകത്ത് കത്തി നിൽക്കുന്ന ഈ ആത്മീക ദീപം കൊടുക്കുന്ന പ്രകാശമാണോ നമ്മെ നയിക്കുന്നത് എന്നറിയാൻ യേശു ചില സമയങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കും. ആ പരിശോധനയ്ക്കകത്ത് വിജയിക്കുന്നവനെ അഭിനന്ദിക്കുവാനും അവനെക്കുറിച്ച് മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാനും കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഗോ, അവിടെ പോ. ആമേൻ. അവരുമായി പ്രാർത്ഥിക്കേ. ഒരു വിടുതലാന്ന് പറയാൻ കർത്താവിന് ഇഷ്ടമാണ്. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മീക ജീവിതത്തെ അടുത്ത പടികളിലേക്ക് നടത്തി, അടുത്ത തലത്തിലേക്ക് നടത്തി, ഒരു വ്യത്യസ്തമായ ജീവിത അനുഭവത്തിലേക്ക് നടത്തി, നമ്മെ ശോഭാമയമായ ആത്മീക ജീവിതത്തിന് അനുഭവങ്ങളിലേക്ക് കൊണ്ടുവന്ന പ്രകാശഗോപുരങ്ങളാക്കി മാറ്റി, അനേകർക്ക് മാതൃകകളാക്കി മാറ്റി, അനേകരുടെ നടുവിൽ നമ്മെ കർത്താവ് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന് നമ്മെ ആവശ്യമുണ്ടല്ലോ. നല്ല കർത്താവെ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈ അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇളകി മറിയുന്ന ഈ പ്രതിസന്ധി പോരാട്ടങ്ങളുടെ നടുവിൽ കർത്താവെ, ആമേൻ, അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന അങ്ങയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. അവിടെ സൂക്ഷിക്കേണ്ട ജീവിത സ്ഥൈര്യം, വിശ്വാസത്തിൻ്റെ സ്ഥിരത, ആത്മീകതയുടെ കർത്താവെ നങ്കൂരം പോലെയുള്ള ഉറപ്പ്, അത് ഞങ്ങളുടെ ജീവിതത്തെ ആമേൻ നയിക്കുവാൻ, ഏകാഗ്രതയോടെ കർത്താവിൽ നിൽക്കുവാൻ ഒക്കെയും ഞങ്ങളെ ശക്തീകരിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, തിരുസന്നിധിയിലേക്ക് സകല കാര്യങ്ങളെയും ഏൽപ്പിക്കുന്നു. ദൈവസഭയെ അനുഗ്രഹിക്കണം. ഒരു വലിയ വിശാലതയിലേക്കും വിടുതലിലേക്കും നന്മയിലേക്കും നയിച്ച് ദൈവസഭയോട് കൂടെ ഇരുന്ന് കർത്താവ് മാനിക്കേണ്ടതിനായി അനുഗ്രഹിക്കുന്നു കർത്താവേ. മഹത്വം പങ്കെടുക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ സ്വർഗ്ഗ പിതാവേ. ആമേൻ, ആമേൻ.